ഫിജിക്കാണ്ട 10ാമത്തെ റാങ്ക് ആയിട്ടുള്ള സോണൽ സെയിൽസ് ടീം മാനേജർ എന്ന് പറഞ്ഞ ഒരു റാങ്ക് ക്വാളിഫൈഡ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് ഈ റാങ്ക് ക്വാളിഫൈഡ് ചെയ്യാൻ സാധിച്ചത് എന്റെ മാത്രം കഴിവ് കൊണ്ടല്ല. ഓഫ് കോഴ്സ് അത് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഫിജിക്കാണ്ട ഭാഗമായത് കൊണ്ടാണ്. ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് ഞാൻ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ ഈ ഒരു സക്സസ് നേടാൻ സാധിച്ചിട്ടുള്ളത്. സോ നിങ്ങൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ഓരോരുത്തരും നാളെ ഫിജിക്കാർഡിൽ വിജയിക്കേണ്ട ആളുകളാണ്. സോ ഇവിടെ കിട്ടുന്ന ഓരോ ട്രെയിനിങ്ങുകളും നിങ്ങൾ നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം, ഫുൾ അറ്റൻഡ് ചെയ്യണം. എന്തെങ്കിലും കുറച്ച് മാത്രം അറ്റൻഡ് ചെയ്ത് പോകുക എന്നുള്ളതല്ല. ഇത് എന്താണ്, എങ്ങനെയാണ്, നമ്മൾ എന്താ ചെയ്യുക. ഹായ് റിയലി സോറി, എന്റെ ചെറിയൊരു ഇഷ്യൂ വന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ ഈ ഇൻഡസ്ട്രിയുടെ ഡെപ്ത് മനസ്സിലാക്കി, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും ഫിജിക്കാർഡ് എന്താണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. സോ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിലൂടെ വലിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ സക്സസ് ആവാം എന്നുള്ളതാണ്. സോ നമ്മൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ കമ്പനിയുടെ സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടുള്ള ഈ കമ്പനി ഇത്രത്തോളം വളരാൻ കാരണക്കാരനായിട്ടുള്ള ഫിജിക്കാന്റെ തുടക്കം മുതൽ തന്നെ ഫിജിക്കാന്റെ ഭാഗമായിട്ടുള്ള എന്ത് പ്രശ്നം വന്നാലും, അല്ലെങ്കിൽ ഏത് ലീഡേഴ്സിന് എന്ത് ഇഷ്യൂ വന്നാലും അതൊക്കെ ഒരു ചെറു പുഞ്ചിരിയോട് കൂടിയിട്ട് അതിനെല്ലാം സൊല്യൂഷൻ കണ്ടിട്ടില്ല ഫിജിക്കാന്റെ ചാണക്യൻ എന്നറിയപ്പെടുന്ന നമ്മുടെയൊക്കെ സീനിയർ മാർക്കറ്റിംഗ് ഹെഡ് അജയ് സാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അജയ് സാർ, പ്ലീസ് ഓവർ ടു യു. നമസ്കാരം. ഫിജിറ്റൽ അക്കാദമിയിലെ എനിക്ക് വോയിസ് കേൾക്കുന്നില്ല. വോയിസ് കേൾക്കുന്നുണ്ട് ഇല്ലേ? വേറെ ആളുകൾക്ക് ഫിജിറ്റൽ അക്കാദമിയുടെ വേ ടു സക്സസ് സെക്കൻഡ് പ്രോഗ്രാം ആണ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും വെൽക്കം ചെയ്തു. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രോഗ്രാമിന്റെ ഇപ്പോ പ്രവീൺ സാർ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ പ്രോഗ്രാം ഫിജിക്കാർഡ് ഡയറക്ട് സെല്ലിംഗ് എന്നതായിരുന്നുവെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ഹൗ ടു ഡു ഇറ്റ്, എങ്ങനെ ഇത് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സിസ്റ്റം ഓറിയന്റഡ് ട്രെയിനിങ് ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിനെ സംബന്ധിച്ചും പ്രത്യേകിച്ചും ഫിജിക്കാർഡിനെ സംബന്ധിച്ചും. പലപ്പോഴും പ്രോഗ്രാമുകളിൽ, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്, ഓരോ ലീഡേഴ്സും വരുമ്പോൾ ട്രെയിനിങ് എടുക്കുമ്പോഴും പലപ്പോഴും അത് എക്സ്പീരിയൻസ് ആയി മാറിപ്പോവാറുണ്ട് എന്ന് പറയാറുണ്ട്. ഈ അറിയാതെ പോകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം, എങ്ങനെ ഒരാളെ പ്രസന്റ് ചെയ്യണം, പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സംശയങ്ങൾക്ക് എങ്ങനെ ക്ലാരിറ്റി കൊടുക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള അവയർനെസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരനും ഫിജിക്കാർഡിന്റെ പ്ലാൻ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാനാണ്. ഫിജിക്കാർഡിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള സംശയ ദൂരീകരണം അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഏറ്റവും ലളിതമായി കീപ് ഇറ്റ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ പീപ്പിൾ ആൻഡ് ഇമിറ്റേറ്റബിൾ, അതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ വരുന്ന എല്ലാ സാധാരണയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ബിസിനസിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് വളർന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റാൻ പറ്റുന്നത് ഇതിന്റെ സിസ്റ്റം ഏറ്റവും സിമ്പിൾ ആയിരിക്കുന്നതും ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ബിസിനസിന്റെ ആ ഒരു സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഒരു രീതികളെ കൃത്യമായിട്ട് ഓരോ ടീം മെമ്പറും, ഒരു പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളിൽ നിന്ന് തുടങ്ങുന്നതാണ് NSTM റാങ്കിൽ എത്തുന്നത് വരെയുള്ള അവരുടെ ഓരോ ഘട്ടത്തിലുള്ള ചേഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു തരത്തിൽ മാറാൻ ആവശ്യമായിട്ടുള്ള ബേസിക് സ്റ്റെപ്പുകൾ, ജേർണി ഓഫ് 1000 മൈൽ സ്റ്റാർട്ട് വിത്ത് എ സിംഗിൾ സ്റ്റെപ്പ് എന്നുള്ള 1000 മൈലുള്ള യാത്രയും തുടങ്ങുന്നത് ആദ്യത്തെ കാൽവയ്പിൽ നിന്നാണ് എന്ന് പറയുന്നത് പോലെ ഈ തുടക്ക കാൽവയ്പുകളാണ് നമ്മുടെ ഓരോ റാങ്ക് അച്ചീവ്മെന്റിനും സഹായകമാവുക, ഓരോ ചേഞ്ചിനും സഹായകമാവും. അപ്പോ ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ കിട്ടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ
വേണ്ട രീതിയിൽ കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഈ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവർക്കും വിജയിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതിന് ഇന്നത്തെ പ്രോഗ്രാമും അതിന്റെ വഴിയൊരുക്കലാണ്. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ. ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന സമയം വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ്, ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ സമയം മാത്രം. പക്ഷെ ആ ഇരിക്കുന്ന സമയം 100% ഇതിൽ ഇൻവോൾവ് ചെയ്യാനും കിട്ടുന്ന കാര്യങ്ങളെ പ്രവൃത്തി പദത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉപയോഗപ്പെടുത്താൻ, നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യാനും ഒക്കെ സാധിക്കണം. വളരെ ചുരുങ്ങിയ സമയമായതുകൊണ്ട് കിട്ടുന്ന ഡാറ്റയും അത്രയും ഒരു ക്രീം ഡാറ്റ ആയിരിക്കും എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ അത് എല്ലാവരും സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു ഉൾക്കൊള്ളലോട് കൂടി ഇരിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. കാരണം ഇതിൽ എല്ലാ റാങ്കിലും ഉള്ള ആളുകളുണ്ടാവും. പക്ഷേ ഈ കഴിഞ്ഞ പ്രോഗ്രാം ആണെങ്കിലും ഈ പ്രോഗ്രാം ആണെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ് ഇത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തതിൽ തുടങ്ങി അത് ചെയ്തു തുടങ്ങേണ്ട കാര്യങ്ങൾ തുടക്കം തൊട്ടേ ചെയ്തിട്ടില്ല എങ്കിൽ എപ്പോ തൊട്ട് ചെയ്യുന്നതാണോ അപ്പൊ തൊട്ട് തുടങ്ങുന്നതാണ് അവരുടെ ബിസിനസിന്റെ ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ സെയിൽസ് മാനേജർ ആയിട്ടും സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ പണി കൃത്യമായിട്ട് ആ ഒരു സിസ്റ്റം ബേസ്ഡ് ആയിട്ട് ചെയ്യാത്ത ആളുകൾക്ക് പോലും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു. ഇന്നത്തെ സെഷൻ പ്രവീൺ സാറ് അതിന്റെ ഒരു സെക്കൻഡ് സെഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു അജയ് സാർ, താങ്ക് യു വെരി മച്ച്. സോ അജയ് പറഞ്ഞ പോലെ ഈ ഒരു ട്രെയിനിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് തന്നെയാണ്. സോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസിലോട് തന്നെ നിൽക്കുക. ഈ സമയമാകുമ്പോൾ പലപ്പോഴും പല തിരക്കിലായിരിക്കാം, വീട്ടിലെ പല ജോലിയിലും മക്കളെ പഠിപ്പിക്കലും അല്ലെങ്കിൽ പുറത്തും പല പല തിരക്കിലായിരിക്കാം. സോ അതെല്ലാം മാറ്റി വെച്ച് ഒരു 1.5 മണിക്കൂർ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുക. കാരണം പണ്ട് കുഞ്ഞിനി മാഷി പറഞ്ഞ പോലെ പഠിച്ചാലും വളരും, പഠിച്ചിട്ടില്ലെങ്കിലും വളരും, പഠിച്ചു കഴിഞ്ഞാൽ വളരും, പഠിച്ചിട്ടില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് തന്നെ ചെയ്യണം. പഠിച്ച് ചെയ്യേണ്ട ഒരു ഇൻഡസ്ട്രിയാണ്, അതുപോലെ തന്നെ ചെയ്ത് പഠിക്കേണ്ട ഒരു ഫിജിക്കാർ. സോ കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കാൻ പോവുകയാണ്. ഓഫ് കോഴ്സ് ഇന്ന് നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഫിജിക്കാർഡ് ഇ-കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നമ്പർ 1 അച്ചീവർ ആയിട്ടുള്ള ടോപ്പ് അച്ചീവർ ആയിട്ടുള്ള ഇന്ന് ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിജിക്കാർഡിന്റെ പുറത്ത് ഒരുപാട് കുഞ്ഞുങ്ങളെ, ഒരുപാട് സ്റ്റുഡന്റുകളെ അവരുടെ സ്വപ്നത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫിജിക്കാർഡിന്റെ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആയിട്ടുള്ള നമ്മുടെയൊക്കെ എന്താ പറയുക രോമാഞ്ചമായിട്ടുള്ള പ്രവീൺ സാറിനെ ഞാൻ ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. പ്രവീൺ സാർ, പ്ലീസ് കം ഓൺ ദ സ്ക്രീൻ പ്ലീസ്. താങ്ക് യു അഫ്സൽ ഭായ്, താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വലിയ സന്തോഷം, വീണ്ടും നമ്മൾ ഒരു മീറ്റിംഗിൽ കണ്ടുമുട്ടാൻ കഴിഞ്ഞതിന് സർവേശ്വരനോട് നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ ഈ പ്രോഗ്രാമിലെത്തിയ എല്ലാവരെയും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഫ്സൽ ഭായ് വളരെ മനോഹരമായിട്ട് MC കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് വർഷത്തെ സൗഹൃദമാണ്. നമ്മൾ ഈ ഫിജിക്കാർഡിന്റെ വർക്കൊക്കെ ആയിട്ട് നമ്മൾ ദുബായിലൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന നമ്മുടെ ചങ്ക് ബഡിയാണ്. അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു ഫാമിലി ഫ്രണ്ടാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് വയ്യാണ്ടാവും. ഉമ്മയൊക്കെ അടിപൊളി കുക്കാണ്. ഉമ്മയുടെ നെയ്ച്ചോറ് ഒക്കെ വളരെ ഫേമസ് ആണ്. എനിവേ, സൗകര്യമൊക്കെ കിട്ടുമ്പോൾ അഫ്സലിന്റെ വീട്ടിൽ പോയിട്ട് നെയ്ച്ചോറൊക്കെ കഴിക്കുക എല്ലാവരും. അപ്പം താങ്ക് യു അഫ്സൽ ഭായ്, വൺസ് അഗൈൻ താങ്ക് യു ഫോർ എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക് യു ഫോർ വണ്ടർഫുൾ വെൽക്കമിങ്. അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് സീരിയസ് ആവാൻ പോകണം. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് മോട്ടിവേഷൻ പരിപാടികളും അല്ലെ, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇടി, മഴ, ബഹളം. ഇന്ന് രാവിലെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി ഇന്ന് മഴയുണ്ടോ എന്നൊക്കെ നോക്കി, ഇന്നത്തെ പ്രോഗ്രാമിൽ കട്ടാവോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ചക്രവാത ചുഴി രൂപപ്പെട്ടേക്കാണ് അറബിക്കടലിൽ. അപ്പൊ നമ്മൾ എന്ന് ട്രെയിനിങ് വെക്കണോ അന്ന് മഴ പെയ്യും. അപ്പൊ മഴ പെയ്യാണ്ടാവുമ്പോൾ നമുക്ക് ട്രെയിനിങ് വെച്ചാൽ മതി, അപ്പൊ അന്ന് മഴ കിട്ടും. അപ്പൊ ചക്രവാത ചുഴി വന്നിട്ടുണ്ട്. ഇനി അടുത്ത 5 ദിവസം ഭയങ്കര മഴയായിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചിലപ്പം ഇത് പറഞ്ഞ സ്ഥിതിക്ക് മഴ വരില്ല, അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ പരിചയങ്ങൾ. പക്ഷെ ഇപ്പൊ ഒരു ചക്രവാത ചുഴി ഫിജിക്കാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? സെയിലിന്റെ പെരുമഴയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിച്ച് മീൻസ് നമ്മുടെ ക്രൂസ് ഷിപ്പിന്റെ കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക.
ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പണിയും ചെയ്യാതിരുന്നിരുന്ന പലരും ഇപ്പോ ഈ ക്രൂസ് ഷിപ്പ് എന്ന് കണ്ടപ്പോ ഓടി നടന്ന് പണിയെടുക്കുന്നുണ്ട്, സെയിൽ വരുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയണ്ടായി, അപ്പൊ ഇതൊന്നും ചെയ്യാൻ അറിയാതെയല്ല അല്ലേ, ചെയ്യാൻ അറിയാതെയല്ല, സെയിൽ എടുക്കാൻ അറിയാതെയല്ല, വർക്ക് ചെയ്യാൻ അറിയാതെയല്ല, പക്ഷെ ഒരു കോണ്ടസ്റ്റ് വന്നാൽ നമ്മുടെ ഉള്ളിലുള്ള ആ സിംഹം ഉണരും. കോണ്ടസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ സിംഹം സുഖമായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോ എനിക്ക് മനസ്സിലായിടത്തോളം കോണ്ടസ്റ്റ് ആണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നു അല്ലെ. ഒരു കോണ്ടസ്റ്റ് വരുമ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായിടത്തോളം നമ്മുടെ ഈ മലയാളികളുടെ ഒരു ട്രെൻഡാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടി നടന്നത് ചെയ്യും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, വലിയൊരു ഗിഫ്റ്റ് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ആ ഗിഫ്റ്റിന്റെ പേരെന്താ? അതാണ് നമ്മുടെ ഇൻകം അല്ലെ. ആ ഇൻകം വർക്ക്ഔട്ട് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് ഉണ്ടാകുന്ന ഫീല്, അല്ലെങ്കിൽ നമ്മള് ആണ് നമ്മൾ സ്വപ്നം കാണേണ്ടത്. ഈ കോണ്ടസ്റ്റ് നമുക്ക് അടിച്ചു പൊളിക്കണം, അതിനകത്തൊരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ക്രൂസ് ഷിപ്പിൽ പോയി അടിച്ച് തൂഫാനാക്കാനുള്ളതാണ്. എന്തായാലും ഞങ്ങളൊക്കെ ഉണ്ടാവും, കൺഫേം. അതിനകത്ത് ഒരു സംശയമില്ല. അതിനുവേണ്ടി ഓടി നടക്കുക തന്നെയാണ് എല്ലാവരും. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള കുറച്ചും കൂടി ടെക്നിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ. അത് പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു കഴിഞ്ഞ ദിവസം 1000 ആളിങ്ങനെ ഇട്ടിച്ച് നിൽക്കായിരുന്നു, ഇപ്പൊ 558 ആയിട്ടുള്ളൂ. എനിക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ, നല്ല സങ്കടമുണ്ട്. കാരണം എന്താ, കഴിഞ്ഞ ദിവസം നമ്മൾ 3 മിനിറ്റ് കൊണ്ട് 1000 പേര് തികഞ്ഞ അതേ പ്രോഗ്രാം. അപ്പൊ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എന്റെ പ്രോഗ്രാം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു. പിന്നെ എനിക്ക് തോന്നി അങ്ങനെയൊന്നും ആയിരിക്കൂല അല്ലെ, വരുമായിരിക്കും എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ദിവസത്തെ ആ സമയം ആവണേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കും. ലിങ്ക് പ്രോബ്ലം ആണ്. ഓക്കെ, എനിവേ എന്തെങ്കിലും ആവട്ടെ, കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു ഫാമിലി ട്രീ അല്ല, സൗഹൃദ കൂട്ടായ്മയല്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ബിസിനസ് ട്രീ ആണ്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിലും പേനയിലും ഒന്ന് എഴുതി വെച്ചേ. ചില ആളുകൾക്ക് ഇത് മറക്കും. ചില ആളുകള് ഫാമിലി ട്രീ ഒക്കെ ഉണ്ടാക്കുന്നത്, കൊച്ചച്ഛൻ, കുഞ്ഞച്ഛൻ, വല്യച്ഛൻ, ഇളയച്ഛൻ അല്ലേ, അമ്മായി. എന്താ ബിസിനസ് ട്രീയും ഫാമിലി ട്രീയും തമ്മിലുള്ള വ്യത്യാസം? ഫാമിലി ട്രീയും ബിസിനസ് ട്രീയും തമ്മിലുള്ള വ്യത്യാസം, ബിസിനസ് ട്രീ ബിസിനസ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ബിസിനസ്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ട്രീ ആണ് ബിസിനസ് ട്രീ. ഫാമിലി ട്രീ എന്ന് പറഞ്ഞാൽ ഒരു ഗെറ്റ് ടുഗദർ ആണ്, ഒരു അടിച്ചുപൊളി പരിപാടി. നീ ഉണ്ടോ, എന്നാ ഞാനും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഇന്ന് ട്രെയിനിങ്ങിന് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും കൂടിയിട്ട് ഒരു വർക്കിന് പോകാം എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു തമാശക്കളി. അതാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ട്രീ, അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സിന്റെ ട്രീ, അല്ലെങ്കിൽ ഫാമിലി ട്രീ എന്നൊക്കെ പറയുന്നത്. എന്റെ ചോദ്യം, അതോ ബിസിനസ് ട്രീ ആണോ? എനിക്കിഷ്ടം ബിസിനസ് ട്രീ ആവാനാണ്. കാരണം ഫിജികാർട്ട് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണ്ടുമുട്ടിയതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ, കച്ചവടം ചെയ്യുക എന്നുള്ളതാണ്. ശരിയാണോ അല്ലയോ? ശരിയാണെങ്കിൽ തമ്പിട്, തുടങ്ങി, പരിപാടി തുടങ്ങി, നിങ്ങളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും. തമ്പിട് നോക്കട്ടെ, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ നോക്കട്ടെ. നമ്മുടെ ആവശ്യം ഫിജികാർട്ട് ഇ-കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് സൗഹൃദങ്ങളാണോ? സൈൻ ഇൻ ചെയ്യാൻ അറിയാത്ത കുറെ ആളുകൾക്ക് പറ്റുന്നില്ല. ഓക്കെ, ഫൈൻ. പ്രോബ്ലം ഉണ്ടായിരുന്നു. ഞാനും സൈനിങ്ങിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. എന്റെ ആണെങ്കിൽ സ്റ്റോറേജ് ഫുള്ളും മറ്റേ ജിമെയിലിൽ, എന്നിട്ട് പിന്നെ ഞാൻ വേറെ മെയിൽ ഐ ഡി ഒക്കെ വെച്ചിട്ടാണ് കയറിയത്. ഐ എം റിയലി സോറി ഡിയ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം, കാര്യത്തിലേക്ക് വരാം. നോക്കേ, ഇത്രയും ആളുകൾക്ക് ഫാമിലി ട്രീ അല്ല വേണ്ടത്, ബിസിനസ് ട്രീ ആ വേണ്ടത്. ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് സെല്ലിംഗ് വേഴ്സസ് റിക്രൂട്ടിംഗ് എന്നാണ്. എന്ന് പറഞ്ഞു നോക്കിയൊക്കെ, സെല്ലിംഗ് വേഴ്സസ് റിക്രൂട്ടിംഗ്. സെല്ലിങ്ങും റിക്രൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് എഴുതിയാലോ? നമുക്ക് എഴുതിയാലോ? അയ്യോ, നിങ്ങൾ വീഡിയോ ഓൺ ആക്കട്ടോ, നിങ്ങളൊന്നും കാണാനില്ല കേട്ടോ എനിക്ക്.
നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പാടുപെട്ടിട്ട് ഇവിടെ വന്ന് കുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് മറ്റേ മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിലുണ്ട് ഇന്നസെന്റിന്റെ ഒരു ഡയലോഗ്, രാഘവോ രാഘവോ ഒളിച്ചിരുന്നിട്ടാണോ നീ പെയിന്റ് അടിക്കണേന്നൊക്കെ ചോദിച്ചിട്ട് കയറി വരുന്ന ഒരു സാധനം കേട്ടിട്ടില്ലേ? രാഘവനെ കാണാനില്ല, പെയിന്റ് അടിക്കാൻ വന്നിട്ടുള്ള ആളാണ്. അപ്പൊ രാഘവോ ഒളിച്ചിരുന്നാണോ പെയിന്റ് അടിക്കണേന്നൊക്കെ ചോദിക്കും. അതേപോലെ നിങ്ങൾക്ക് ഒളിച്ചിരുന്നിട്ടാണോ വലിയ കോടീശ്വരന്മാരും കോടീശ്വരികളൊക്കെ ആവാൻ പോണേ? ഒരു പ്രശ്നമില്ലാതെ നമ്മളൊക്കെ വീട്ടിലാണ്, ചിലപ്പോൾ വീട്ടിലുള്ള വേഷമൊക്കെ ആയിരിക്കും, അതൊന്നും പ്രശ്നമില്ല. അങ്ങനത്തെ പൊട്ട ആൾക്കാരൊന്നും ഈ ഗ്രൂപ്പിൽ കയറിയിട്ടില്ല, അവരൊന്നും ഇങ്ങനത്തെ ഗ്രൂപ്പുകളിൽ കയറില്ല. അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാം. പക്ഷെ ഒന്ന് ചുറ്റുവട്ടം നോക്കിക്കോളൂ, അവിടെ വേറെ കാണാൻ മറ്റുള്ളവർ കാണാൻ പാടുള്ളത് മാത്രമേ അവിടെ കാണാൻ പാടുള്ളൂ കേട്ടോ. എനിവേ കാര്യത്തിലേക്ക് കിടക്കാം. സെല്ലിംഗ് വേഴ്സസ് റിക്രൂട്ടിംഗ്. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ഇരിക്കുന്ന ഇപ്പൊ 1000 പേര് ഈ മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. 1000 പേരിൽ ഞാൻ വിശ്വസിക്കുന്നു ബഹുഭൂരിപക്ഷം ആളുകളും സെല്ലിങ്ങിന്റെ പുറകെയാണ് പോകുന്നത്. എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എനിക്ക് ഫിജി കാർട്ടിൽ മാറി കിട്ടേണ്ട ഒരേ ഒരു പ്രശ്നം ഈ ഒറ്റ പ്രശ്നം മാത്രമാണ്. ഈ പ്ലാറ്റ്ഫോം സെല്ലിങ്ങിനുള്ളതാണ്, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഇതിൽ 3 ടൈപ്പ് ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. എന്റെ ഒരു ചെറിയൊരു വിലയിരുത്തലാണ്. ലീഡേഴ്സിനൊക്കെ ചിലപ്പോൾ അത് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് നോക്കി നോക്കൂ. ഒരു 40-50% ആളുകൾ വാങ്ങാൻ വരുന്നു. അവരുടെ ആവശ്യം ബൈയിങ് ആണ്. കാരണം അവരുടെ അടുത്ത് പറഞ്ഞത് ബൈയിങ് ആണ്. സെയിൽ എടുക്കുന്ന സമയത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് സാധനവും വാങ്ങാം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സാധനവും വാങ്ങാം, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും വാങ്ങാം. ഇത് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം എന്താ അറിയോ, രണ്ടാമത്തെ വിഭാഗത്തിലുള്ള ആളുകളാണ് ഈ ബൈയിങ്ങിന് ആളുകൾ ഇൻവൈറ്റ് ചെയ്തത്. അവര് സെല് ചെയ്യാൻ വന്ന ആളുകളാണ്, അല്ലെ? അവര് സെല് ചെയ്യാൻ വന്ന ആളുകളാണ്. അവര് ചിന്തിച്ചെന്താ, സെല് ചെയ്യാൻ തന്നെയല്ലേ സാറേ ഇവിടെ വരേണ്ടത്, ഞങ്ങൾ ചെയ്തത് ശരിയല്ലേ എന്ന് ചിന്തിക്കുന്ന പലരുടെയും മുഖം എനിക്ക് കാണാനുണ്ട്. ഇയാൾക്ക് എന്താ കിളി പോയോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സെല് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വന്നത്. രണ്ടാമത്തെ വിഭാഗം ആള്, അപ്പൊ നമുക്ക് ഇതിനെ 3 വിഭാഗമാക്കി. ഞാൻ പറഞ്ഞു, ആദ്യത്തെ ആളുകൾ വാങ്ങാൻ വന്നു, രണ്ടാമത്തെ വിഭാഗം ആളുകൾ വിൽക്കാൻ വന്നു. പക്ഷെ കുറെ മിടുക്കന്മാരുണ്ട് ഇതിനകത്ത്, കുറെ മിടുക്കുകളും. എന്നുവെച്ചാൽ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവിശ്വസനീയമായ രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ, വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്ന ആളുകൾ. ആ മൂന്നാമത്തെ വിഭാഗത്തിനെ ഞാൻ വിളിക്കുന്ന പേര് they are recruiters ആണ്. അപ്പൊ ആദ്യത്തെ ബയേഴ്സ് ആണ്, അവർ കസ്റ്റമർ ആണ്. രണ്ടാമത്തെ ആളുകൾ വിൽക്കുന്നവരാണ്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ റിക്രൂട്ടേഴ്സ് ആണ്. ഈ 3 എണ്ണം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഇന്ന് ആദ്യത്തെ പാദത്തിൽ പഠിക്കാൻ പോകുന്നത്. ബയേഴ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആരോ ഫോഴ്സ് ചെയ്തു ഞാൻ സാധനം വാങ്ങി, റൈറ്റ്? ഏതോ ഒരാള്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരാള്, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാള് എന്റെ അടുത്ത് പറഞ്ഞു, ഈ സാധനം വാങ്ങിക്കോളൂ, അൺലിമിറ്റഡ് ഇൻകം കിട്ടും, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും എന്ന് കരുതി ഈ സാധനം വാങ്ങിയിട്ട് ഇവർ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഈ സാധനം വാങ്ങിയിട്ട് അവരവിടെ ഇരുന്നു, എന്തിനാ വാങ്ങിയത് എന്ന് പോലും അറിയാതെ. ഇതല്ലേ ആദ്യത്തെ വിഭാഗത്തിന് പറ്റിയ പ്രശ്നം? യോജിക്കുന്നോ എന്റെ കൂടെ? ഞാൻ പറയുന്നതിനോട് യോജിക്കുന്നുവെങ്കിൽ ആ തെറ്റാണ് നമ്മൾ ഇന്ന് ആദ്യം തിരുത്താൻ പോകുന്നത്. എന്തിനാണ് ഫിജി കാർട്ടിൽ സാധനം വാങ്ങിയത്? എന്തിനാണ് ഫിജി കാർട്ടിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയത്? ഞാൻ എപ്പോഴും എന്റെ മുന്നിലെത്തുന്ന അഫ്ലിയേറ്റ്സിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളുടെ നാട്ടിലൊന്നും കിട്ടാത്ത എന്ത് പ്രോഡക്റ്റ് ആണോ ഫിജി കാർട്ടിൽ നിന്ന് വാങ്ങാനുള്ള? നിങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള, അപ്പം ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വിൽക്കുന്നത്. വേറെ ബ്രാൻഡിന്റെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ചിലപ്പോൾ കിട്ടണമെന്നില്ല, മറ്റു ബ്രാൻഡുകളുടെ പേരിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ചോദ്യമുണ്ട്, എന്തിന് പിന്നെ വാങ്ങി? വാങ്ങുന്നത് ഈ കമ്പനിയിലെ ഈ പ്ലാറ്റ്ഫോമിലുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ഒന്നുകൂടി പറഞ്ഞേ. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് സാധനങ്ങൾ വിറ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്തായി മാറണം? നിങ്ങൾ കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറണം. ശരിയാണോ? കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറണം. അപ്പൊ നമ്മുടെ ട്രാക്ക് ഒന്ന് നോക്കിയേ. നമ്മൾ എല്ലാവരും ഇതിലിരിക്കുന്ന എല്ലാ ആളുകളും, ഈ 1000 പേരും വന്നിരിക്കുന്നത് കസ്റ്റമർ ആയിട്ടായിരുന്നു.
ശരിയല്ലേ? നിങ്ങൾക്ക് പ്ലാറ്റ്ഫോമിലോട്ട് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണമായിരുന്നു? നിങ്ങൾക്ക് ഇതിൽ നിന്ന് സാധനം വാങ്ങണമായിരുന്നു. നിങ്ങൾ ഒരു കസ്റ്റമറായ നിങ്ങൾ അതിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്തപ്പോൾ 25 SV മുതൽ 100 SV വരെയുള്ള ഏതോ ഒരു പാക്കേജ് അല്ലെങ്കിൽ ഏതോ ഒരു SV എടുത്തപ്പോൾ നിങ്ങൾ ആരായിട്ട് മാറി? നിങ്ങളുടെ കസ്റ്റമർഷിപ്പ് മാറിയിട്ട് ഡിസ്ട്രിബ്യൂഷൻഷിപ്പായി മാറി. ശരിയാണോ? ഇനി മുതൽ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. ഈ കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടണമെങ്കിൽ എത്രായിരം രൂപ മുടക്കണം? നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം അവർ പറയും ഒരു മിനിമം ഓർഡർ പ്ലേസ് ചെയ്യണം, ഒരു ഇത്ര ലക്ഷം രൂപയുടെ സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ നിങ്ങൾ തരണം, എന്നിട്ട് നിങ്ങൾ അത് സബ് ഏജൻസി ആയിട്ട് മറ്റുള്ളവർക്ക് കൊടുത്തോളൂ എന്നൊക്കെ ആയിരിക്കും പറയാ. അപ്പൊ ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടണമെങ്കിൽ കാശ് കുറെ ചെലവാക്കണം. അവിടെയാണ് ഫിജികാർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ബിസിനസിന്റെ മാജിക് നടക്കുന്നത്. ഇവിടെ ഈ പർച്ചേസിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടുന്നു. ഈ കമ്പനിയുടെ സാധനങ്ങൾ വിൽക്കാനുള്ള ഓതറൈസേഷൻ നിങ്ങൾക്ക് കിട്ടുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വാങ്ങിയേ. അപ്പോ എന്നെ പോലുള്ള ആളുകൾ ചിന്തിക്കാൻ എന്താ അറിയോ? ഏറ്റവും എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ SV കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി ഞാൻ ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് എടുക്കും. കാരണം ഇതിനകത്ത് 3 ഡിഫറെന്റ് ടൈപ്പ് എൻട്രികൾ ഉണ്ട് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഈ കാറൊക്കെ വാങ്ങുന്ന പോലെ ബേസ് മോഡൽ ഉണ്ട്, മിഡ് ഉണ്ട്, ഹൈ എൻഡ് ഉണ്ട്, ടോപ്പ് വേരിയന്റ് ഉണ്ട്. നമ്മൾ ഏതൊരു കാർ എടുക്കാൻ പോകുമ്പോഴും പറയില്ലേ, ബേസ് മോഡൽ ഉണ്ട്, അതിൽ ഇത്ര സൗകര്യങ്ങൾ ഉണ്ടാവുള്ളൂ, മിഡ് വന്നു കഴിഞ്ഞാൽ അതിൽ ഇത്രയും കൂടി സൗകര്യങ്ങൾ ഉണ്ടാവും, ടോപ്പ് എൻഡ് വന്നു കഴിഞ്ഞാൽ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. ഇതേപോലെ തന്നെ അവിടെ 25 SV, 50 SV, 100 SV. പക്ഷെ കമ്പനിയുടെ പ്ലാൻ പ്രകാരം 100 SV ആണ്. 100 SV എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. ഇപ്പൊ നമ്മുടെയൊക്കെ കുറെയൊക്കെ നല്ല വളരെ അഗ്രസീവ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എന്താ ചെയ്യണമെന്ന് അറിയോ? 50 SV പ്രോഡക്റ്റ് എടുത്തിട്ട് 5 മാസം കൊണ്ട് 10 SV വെച്ച് ടോപ്പപ്പ് ചെയ്ത് അത് 100 SV എത്തിക്കുന്നു. 25 SV ആളുകളാണെങ്കിൽ ഇത് 100 എത്തിക്കുന്നു. കാരണം എന്താ? 2000 SV എത്തുമ്പോഴേക്കും നമുക്ക് 100 SV എത്തണം, എന്നാലേ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടത്തുള്ളൂ. അപ്പോൾ കളി ഇവിടെ അത് ബിസിനസിന്റെ പ്ലാൻ ആണ്. അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ അതല്ല ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണേ. നമ്മൾ ഇന്ന് ഇതിന്റെ കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോണേ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഏത് പർച്ചേസിലൂടെയാണ് നിങ്ങൾ വരുന്നത് എങ്കിൽ 25ലൂടെയോ 50ലൂടെയോ 100ലൂടെയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ വന്നോളൂ. നിങ്ങൾ 100ലോട്ട് എത്തണം. 100 നമ്മളുടെ 100 SV ആണ് നമ്മളുടെ ഏറ്റവും എലഗന്റ്. അതാണ് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ. ആ 100 SV എത്തിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറി? നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറി. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? കാര്യങ്ങൾ മനസ്സിലാവുണ്ടോ? ഞാൻ പറയണത് വല്ലതും മനസ്സിലാവുണ്ടോ? ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് പിന്നെ എങ്ങോട്ടാ നമ്മുടെ യാത്ര? ഡിസ്ട്രിബ്യൂട്ടർ ആയതോടുകൂടി പണി കഴിഞ്ഞോ? ഈ രണ്ടാമത്തെ വിഭാഗം ആൾക്കാരില്ലേ, അവരുടെ പണി അവിടെ തീരും. ആദ്യത്തെ ആളുകൾ ആ കസ്റ്റമർ ആയിട്ട് നിൽക്കുന്നതിൽ ഈ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവാത്ത ആളുകൾ ആദ്യത്തെ സ്റ്റെപ്പിൽ പരിപാടി നിർത്തും. ഞാൻ സാധനം വാങ്ങി, ആർക്കും മനസ്സിലാവില്ല, ഡൗൺ തപ്പൊക്കെ ഇടുന്നുണ്ടല്ലോ കർത്താവേ, മനസ്സിലാവണല്ലേ ഞാൻ പറയണത്? മലയാളം അല്ലേ? മലയാളം അറിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ആദ്യം വന്ന ആള് കസ്റ്റമർ ആയിട്ട് അവിടെ നിന്നു. അയാൾ ഇപ്പോഴും എന്തോ ഒരു പ്രതീക്ഷയിലാണ്. ഏതോ ഒരു രക്ഷകൻ വരും, ആ രക്ഷകൻ വന്ന് നമ്മളെ രക്ഷിക്കും എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുവാണ്. രണ്ടാമത്തെ വിഭാഗം ആളുകള് ഡിസ്ട്രിബ്യൂട്ടറായി, അവന് കാര്യം മനസ്സിലായിട്ടുണ്ട്, അവൻ ഓടി നടന്ന് ആളുകൾക്ക് സാധനം വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ കാണുന്നു, അയാൾക്ക് കുറച്ച് സോപ്പ് വിറ്റു. ഒരാളെ കാണുന്നു, അയാൾക്ക് കുറച്ച് ഡിറ്റർജന്റ് ഷാമ്പു വിറ്റു. ഒരാളെ കാണുന്നു, അയാൾക്ക് കുറച്ച് ബെഡ്ഷീറ്റ് വിറ്റു. ഒരാളെ കാണുന്നു. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താ അറിയോ? എന്ന് നിങ്ങൾ ഈ വിൽപ്പന നിർത്തുന്നോ അന്ന് നിങ്ങളുടെ ഇൻകം നിന്നിട്ടുണ്ടാവും. എന്ന് നിങ്ങൾ നിങ്ങളുടെ വിൽപ്പന നിർത്തുന്നോ അന്ന് നിങ്ങളുടെ ഇൻകം നിന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇന്ന് പേസ്റ്റ് വിറ്റില്ലേ, ഇന്ന് നിങ്ങൾക്ക് പൈസ ഉണ്ടാവില്ല. ഇന്ന് നിങ്ങൾ സോപ്പ് വിറ്റില്ലേ, നിങ്ങൾക്ക് ഇന്ന് പൈസ ഉണ്ടാവില്ല. ഇന്ന് കൺസെപ്റ്റ് മനസ്സിലായോ? ഇതാണ് സെല്ലിംഗ് എന്ന് പറയുന്ന ആശയത്തെ എടുത്ത് ഈ ബിസിനസ് ചെയ്യുന്നവരുടെ പ്രശ്നം. ഇവർക്ക് ഇപ്പോ വരുമാനം വരുന്നുണ്ടാവും, ആ വിൽക്കുന്നതിന്റെ. അപ്പൊ ഇവരൊക്കെ ഈ കൂട്ടത്തിൽപ്പെട്ട പലർക്കും ഉള്ള ഒരു ചിന്ത എന്താ വെച്ചാൽ, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഈ ബിസിനസ് പഠിച്ചിട്ടുണ്ട്, ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ഒരുത്തന്റെ സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് സാധനം കിട്ടിയാൽ മതി, ഈ സാധനം കിട്ടിയാൽ അത് വിൽക്കാൻ മുന്നോട്ട്
മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ. അവിടെയാണ് മൂന്നാമത്തെ ലെവലിലുള്ള ഒന്നല്ലേ നമ്മൾ ചെയ്യണ്ടേ. എന്നാൽ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് മൂന്നാമത്തെ വിഭാഗത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താ? അസൂയാവഹമായിട്ടുള്ള അവിശ്വസനീയമായ രീതിയിൽ വരുമാനം വാങ്ങുന്ന ആളുകൾ, മറ്റേ മീഡിയം വരുമാനം വാങ്ങുന്ന ആളുകൾ. ആദ്യത്തെ ആളുകൾ എന്താ? വരുമാനം വാങ്ങാത്ത ആളുകൾ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതിനെ മൂന്നായിട്ട് തിരിക്കാം. ഏറ്റവും ആദ്യത്തെ ആളുകൾ, അവർക്ക് വരുമാനം കിട്ടുന്നുണ്ടാവില്ല, കാരണം അവർ കസ്റ്റമറായിട്ട് നിൽക്കുകയാണ്, അവർ സാധനം വിൽക്കുന്നില്ല. രണ്ടാമത്തെ ആളുകൾ സാധനം വിൽക്കുന്നുണ്ട്, പക്ഷെ ആ വിൽപ്പന മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ലിമിറ്റഡ് വരുമാനം അവർക്ക് വരുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം ആളുകൾ റിക്രൂട്ടേഴ്സ് ആണ്. എന്താ റിക്രൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ? വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾ, വിൽക്കാൻ വേണ്ടി തയ്യാറാകുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെ ക്രിയേറ്റ് ചെയ്യുന്നവർ. ഇവര് വിൽക്കില്ല, ഇവര് വിൽക്കിപ്പിക്കുക ചെയ്യുക. ഇവര് ഓടി നടന്ന് സാധനങ്ങൾ വിൽക്കുകയല്ല ചെയ്യുക, ഇവര് മറ്റുള്ളവരെ കൊണ്ട് സാധനങ്ങൾ വിൽപ്പിക്കും. എന്ന് വെച്ചാൽ അവര് അവരുടെ ടീമിലേക്ക് എടുക്കുന്ന ആളുകളെ സെയിൽസ് ടീമുകളായിട്ടാണ് കാണുന്നത്. അവരുടെ ടീം മെമ്പേഴ്സിനെ കാണുന്നത് സെയിൽസ് ടീം മെമ്പേഴ്സ് ആയിട്ടാണ് കാണുന്നത്. ഓരോ സെയിൽസിന്റെയും ഓരോ ആളുകളെയും കാണുമ്പം അവരുടെ മനസ്സിൽ വരുന്നത് ഇതൊരു വലിയ ഒരു സെയിൽസ് ടീമാണ്, എന്റെ സെയിൽസ് ടീമാണ്, ഇതിലൂടെ എനിക്ക് ഒരുപാട് ആളുകളെ റിക്രൂട്ട് ചെയ്യേണ്ടതുണ്ട്, ആ റിക്രൂട്ട്മെന്റിലൂടെ അവിടെ നിന്ന് ഒരു ബൾക്ക് സെയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ മൂന്നാമത്തെ വിഭാഗം. കേൾക്കാം സാർ. ഓക്കെയാണ്. ഒന്ന് കട്ടായി ഞാൻ പുറത്തിറങ്ങുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് 999 പേരെ ആ നേരത്തെ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റി. അപ്പൊ എന്തായാലും ദൈവം ഇവിടെ കൂടെ ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ കിളി പോയി എന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, ഞാൻ എന്ന് ഓൺലൈൻ വന്നാലും നെറ്റിന് പ്രശ്നമാണല്ലോ ദൈവമേ. അപ്പൊ അല്ലേ, ഒരു ചലഞ്ച് ഇല്ലെങ്കിൽ എന്തിനാ ഒരു രസം. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഈ മൂന്നാമത്തെ വിഭാഗം ആളുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ്? റിക്രൂട്ടിംഗ് ആണ് നടക്കുന്നത്. ശരിക്കും അവര് ഒരാളെ നമ്മുടെ ടീമിലേക്ക് എടുക്കുമ്പോൾ ഒരു അസസ്മെന്റ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ആ ടീമിലേക്ക് ആളെ എടുക്കുന്നത്. അവനെ കൊണ്ട് മാക്സിമം ഈൽഡിങ്, അവനെ കൊണ്ട് മാക്സിമം ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ലീഡേഴ്സ് ആയിട്ട് മാറണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യത്തെ യാത്ര എന്തായിരുന്നു? നമ്മുടെ യാത്ര തുടങ്ങുന്നത് എവിടുന്നാ? നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഒരു കസ്റ്റമറിൽ നിന്ന് അയാൾ ആരായിട്ട് മാറുന്നു? അയാൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും. എന്തിട്ടാ കൺസെപ്റ്റ്? നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം കേട്ടോ, എന്നാലേ എനിക്ക് കേൾക്കുള്ളൂ. നിങ്ങൾ മ്യൂട്ടിലാണ്, അതൊക്കെ എനിക്ക് അറിയാം. പക്ഷെ നിങ്ങളുടെ ചുണ്ടാൻ അങ്ങനത് കണ്ടിട്ട് എനിക്കിതൊക്കെ മനസ്സിലാവും. എന്നെ കാണാൻ ലുക്കില്ല എന്നുള്ളത് ഫുള്ള് കഴിവാണ്. അപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് പറയണത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കാനൊക്കെ പറ്റും. ഇവര് ഹോസ്റ്റ് മ്യൂട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറും. അപ്പൊ നിങ്ങൾ അവിടെ ഇരുന്ന് പറയണം. അപ്പൊ കസ്റ്റമറിൽ നിന്ന് ആരായിട്ട് മാറണം? കസ്റ്റമറിൽ നിന്ന് ഒരു വ്യക്തി ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറണം. ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ആ ഡിസ്ട്രിബ്യൂട്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ കടത്തണം. അയാളെ കോർ റാങ്കിലോട്ട് കയറ്റണം. കയറ്റുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓരോ സ്റ്റെപ്പുകളായിട്ട് 13 പടികൾ കയറുന്ന ഒരു ഗംഭീര, ശബരിമലയിൽ 18 പടിയാണെങ്കിൽ ഫിജിക്കാട്ടിൽ 13 പടികളാണ് അല്ലെ? ശബരിമലയിൽ 18 പടിയാണെങ്കിൽ 18ാം പടി കണ്ടു കഴിഞ്ഞാലാണ് അയ്യനെ കാണാൻ പറ്റുക എങ്കിൽ ഇവിടെ 13 പടി കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം കാണാൻ പറ്റും, അയ്യനെ കാണാൻ പറ്റും അല്ലെ? 13 പടി കടക്കുമ്പോഴേക്കും ആ 13ാമത്തെ പടി എന്ന് പറയുന്നതാണ് നാഷണൽ സെയിൽസ് ടീം മാനേജർ. ആദ്യത്തെ പടി നിങ്ങൾക്കറിയാലോ SC ആണ്. അപ്പൊ ഈ ഓരോ റാങ്കിലേക്കും ഓരോ വ്യക്തികളെയും കയറ്റുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ശ്രമകരമായിട്ടുള്ള പരിപാടി. അത് ആ റാങ്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ തുടങ്ങായി. കാരണം എന്താ അറിയോ? ചില ആളുകൾ ഒരു പെർട്ടിക്കുലർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെടുക്കുന്ന ഡിസിഷൻ എന്താണെന്നറിയോ? ഞാൻ ലീഡർ ആയില്ലേ. ഓരോ റാങ്കിലും 13 റാങ്കുകാർക്കും പണികളുണ്ട്. 13 റാങ്കുകാർക്കും പണികളുണ്ട്. ഈ ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത 13 റാങ്കിൽ ഇരിക്കുന്ന ആളുകൾക്ക് പണികളുണ്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ മുന്നിലേക്ക്, റാങ്കിലിരിക്കുന്ന റാങ്കിനനുസരിച്ചിട്ടല്ല നിങ്ങൾ പണിയെടുക്കേണ്ടത്. ഞാൻ എന്നാൽ ഒരു ദിവസം എവിടെയോ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുന്നത് കേട്ടു, നിങ്ങളുടെ റാങ്കിനനുസരിച്ചുള്ള പണി നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ റാങ്കിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള ജോലിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എനിക്ക് അതിനോട് ഒരു തരി പോലും യോജിപ്പില്ലാത്ത ഒരാളാണ്.
നിങ്ങളുടെ റാങ്കിൽ ഇരുന്നിട്ടുള്ള പണിയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഇൻകം ഏത് റാങ്കിൽ ഇരിക്കുന്ന ആളുടെ ഇൻകം ആണോ നിങ്ങൾ വാങ്ങുന്നത്, ആ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എങ്ങനെ നിങ്ങൾ ഇരിക്കുന്ന റാങ്ക് ഏതും ആയിക്കോട്ടെ, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം ഏത് റാങ്കുകാരൻ വാങ്ങുന്ന ഇൻകം ആണോ നിങ്ങൾക്ക് ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ആ റാങ്കിലുള്ള പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആണ്, പക്ഷെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻകം SM കിട്ടുന്ന ഇൻകം ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ഉറപ്പിച്ചോളൂ, ഞാൻ ചെയ്യേണ്ട പണി SM പണിയാണ്. ശരിയാണോ? അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നാഷണൽ സെയിൽസ് ടീം മാനേജറുടെ ഇൻകം കിട്ടണം. ഞാൻ നാഷണൽ സെയിൽസ് ടീം മാനേജറുടെ പണിയാണ് ചെയ്യേണ്ടതെങ്കിൽ എനിക്ക് നാഷണൽ സെയിൽസ് ടീം മാനേജറുടെ ഇൻകം കിട്ടണം. ഞാൻ DSM പണിയാണ് ചെയ്യുന്നതെങ്കിൽ DSM റാങ്കിൽ ഇരിക്കുന്ന ഒരാൾക്ക് കിട്ടണ്ട. അതിനിപ്പോ ഇങ്ങനെ കണക്കൊന്നും നമ്മുടെ കമ്പനി പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. DSM റാങ്കിലുള്ള ആൾക്ക് ഇത്ര ലക്ഷം രൂപ കിട്ടണം എന്നത്. അതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലേ? കോമൺ സെൻസ് അല്ലേ? ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന റാങ്കിന്റെ ഒരു വലിപ്പവും ഒരു രീതിയും ടീമിന്റെ സൈസും ഒക്കെ അനുസരിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ ആ റാങ്കുകാരന്റെ പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിമ്പിൾ ലോജിക്. അല്ലാന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും അറിയോ? നമ്മൾ ഇരിക്കുന്നത് വലിയ കൊമ്പിലാ. ഇൻകം ഇന്നലെ വന്ന ഒരുത്തന്നെ അതിനേക്കാൾ കൂടുതൽ ഇൻകം വാങ്ങുന്നുണ്ട്. പക്ഷെ അവൻ ആ റാങ്കിൽ എത്താൻ വേണ്ടി മുൻപ് പണിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, പറയുന്നില്ല, അവകാശപ്പെടുന്നില്ല. അയാള് നല്ലപോലെ പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് എല്ലാവരും ഇരിക്കുന്ന റാങ്കിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ കറണ്ട് സിറ്റുവേഷൻ എന്താണോ അതിനനുസരിച്ച് പണിയെടുക്കാൻ പറ്റണം. കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ റാങ്കിൽ നിങ്ങൾക്ക് എത്ര ഇൻകം കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള പണി നിങ്ങൾ എടുക്കണം. എനിക്ക് ഒരു ഇൻകം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നേന്ന് തുടങ്ങാൻ തയ്യാറാവണം. എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ആ റാങ്കിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ തുടങ്ങേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ പലർക്കും എന്നോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എന്നോട് ദേഷ്യം തോന്നും. ഇവനേതാ അങ്ങനെയൊക്കെ പറയാൻ, ഇവൻ ആരാ അങ്ങനെയൊക്കെ തോന്നും. മറ്റേ ആരോ പറഞ്ഞ പോലെ ഹൂ കെയർസ് അല്ലേ? നമുക്ക് വേണ്ടത് ഒരു ശക്തമായ ടീമാണ്. നമുക്ക് വേണ്ടത് ഒരു ശക്തമായ ഫിജിക്കാട്ട് ലൈഫാണ്. അഭിമാനത്തോട് കൂടിയിട്ട് എനിക്ക് പറയാൻ പറ്റണം, ഞാൻ ഫിജിക്കാട്ടുകാരനാണ്, എനിക്ക് ഇത്ര രൂപയുടെ ഇൻകം ഉണ്ട് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ തയ്യാറാവണം. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥമായിട്ട് കൃത്യമായ രീതിയിൽ പണിയെടുക്കാൻ തയ്യാറാവണം. ഇന്ന് അജയ് സാർ പറഞ്ഞ ഒരു പോയിന്റ് അനുസരിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മൾ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്യുന്നത് പുതിയ ആളുകളെയാണ്. പഴയ ആളുകളൊക്കെ ഇപ്പൊ പോവോ? അങ്ങനെ കരുതണ്ട കേട്ടോ. പുതിയ ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ വലിയ സീനിയർ ആയിട്ടുള്ള ലീഡർമാർക്ക് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ബോറടിക്കും. പക്ഷെ എനിക്ക് ബോറടിക്കാറില്ല. കാരണം എന്താ അറിയോ, ഞാൻ ഇപ്പോഴും ഏറ്റവും ബേസിക് ട്രെയിനിങ് ആസ്വദിക്കുന്ന ആളാണ്. കാരണം വന്ന വഴി മറക്കാറില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത എനിക്ക് കിട്ടുന്നത് കോൺഫിഡൻസ് ആണ്. ഇത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുമ്പോൾ, ഈ കോൺസെപ്റ്റ് ആദ്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ എനിക്കുണ്ടായ ഫീലിംഗ്, ഇപ്പോൾ ഉള്ള എന്റെ ഫീലിംഗ്, ഇനി ഫ്യൂച്ചറിൽ എനിക്ക് ഉണ്ടാകാൻ പോകുന്ന ഫീലിംഗ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമാണ് ഈ ബിസിനസ്. പക്ഷെ ദയവ് ചെയ്ത് കൈകൂപ്പി പറയുന്നു, ഈ 1000 പേരുടെ മുന്നിൽ എനിക്കെല്ലാം അറിയാമെന്ന ധാരണയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഫിജിക്കാട്ടിൽ ചെയ്യുന്നത് എങ്കിൽ തെറ്റിട്ടോ. There is no complete man in the world. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഇനിയും വളരാനുണ്ട്, ഇനിയും പഠിക്കാനുണ്ട്, ഇനിയും ഒരുപാട് ആളുകളെ സഹായിക്കാനുണ്ട്, സേവിക്കാനുണ്ട്, സാക്രിഫൈസ് ചെയ്യാനുണ്ട്. അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് MC പറഞ്ഞ ഒരു വാക്കിനെ കടമെടുക്കുന്നു. ഗ്രേറ്റ് ലീഡർ പ്രവീൺ ചെറിയത്ത് വരുന്നു. എൻ്റെ അമ്മ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഈ ഗ്രേറ്റ് എന്നുള്ള വാക്കിന് വലിയ അർത്ഥങ്ങളുണ്ടോ? ഈ ഗ്രേറ്റ് എന്നുള്ള ഒരൊറ്റ വാക്ക് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഫുൾ ഡേ ട്രെയിനിങ് എടുക്കാൻ പറ്റും. ഞാൻ ഗ്രേറ്റ് ആണോ, നിങ്ങൾ ഗ്രേറ്റ് ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ? എന്റെ ട്രെയിനിങ്ങുകൾ ഫിസിക്കലി അറ്റൻഡ് ചെയ്തിട്ടുള്ള പലർക്കും ഇത് കിട്ടിയിട്ടുണ്ടാവും. നമ്മളിത് നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തുന്ന ഒരു സ്ലൈഡാണ്. പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് 2 വാക്കുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. ഗ്രേറ്റ് അപ്ലൈൻ,
എപ്പോഴും നമ്മൾ BOP-കളിലൊക്കെ കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലെ. നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഇതാ വരുന്നു, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ ഇതാ വരുന്നു, ദ ഗ്രേറ്റ് ലീഡർ ഇതാ വരുന്നു, ദ ഗ്രേറ്റ് മാനേജ്മെന്റ്, ദ ഗ്രേറ്റ് ബോബി സർ, ദ ഗ്രേറ്റ് 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 ഗ്രേറ്റ്. അടിപൊളി. ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു പഠിക്കണം, മൈ ഗ്രേറ്റ് ഡൗൺ ലൈൻ ഈസ് കമ്മിങ്, മൈ ഗ്രേറ്റ് ടീം ഈസ് കമ്മിങ് അല്ലെ. അങ്ങോട്ടുള്ള അതേ ദൂരം തന്നെയാണോ ഇങ്ങോട്ടും ഉള്ളത്? അപ്പോ ഒരു ഡൗൺ ലൈനും ഒരു അപ്പ് ലൈനും ഗ്രേറ്റ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇത് ഡിസ്കസ് ചെയ്താൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിയാലോ? ആർ യു ഹാപ്പി? ഇതുവരെയുള്ളത് ഓക്കെ ആണോ? തമ്പിട് 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 തമ്പ് കാണട്ടെ. തമ്പ് കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. തമ്പുകൾ ഇങ്ങനെ പറകുമ്പോ ഏതാണ്ട് മറ്റേ ഫിഷ് ടാങ്കിൽ ഗപ്പിക്കുട്ടികൾ പോണ മാതിരി ഉണ്ടാവും. പോരട്ടുണ്ട്. റെഡി റെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേപ്പറിന്റെ നടുഭാഗത്തായിട്ട് ഗ്രേറ്റ് എന്നൊന്ന് എഴുതണേ. പക്ഷെ അടിയിലോട്ടായിട്ട് സ്പെല്ലിംഗ് എഴുതണം. ആദ്യത്തെ സ്പെല്ലിംഗ് G, അതിന്റെ താഴെ R, അതിന്റെ താഴെ E, അതിന്റെ താഴെ A, അതിന്റെ താഴെ T. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗ്രേറ്റ് എന്ന് കിട്ടിക്കാണും. ശരിയാണോ? ഒന്നുകൂടി പറഞ്ഞേ. GREAT. ഈ ഗ്രേറ്റിന്റെ ഇടതുവശത്ത് ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അപ്ലൈനിന് വേണ്ടിയിട്ടുള്ളതാണ്. വലതുവശത്ത് നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഡൗൺ ലൈൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഏതാണ്ട് ഒരു ഉദാഹരണം കാണിച്ചാൽ ഈ പേപ്പറിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നടുക്ക് ഗ്രേറ്റ് താഴോട്ട് എഴുതിയിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ അപ്ലൈൻ എന്ന് എഴുതി, റൈറ്റ് സൈഡിൽ ഡൗൺ ലൈനുമായി. അപ്പൊ എന്ത് കിട്ടും? അപ്ലൈന്റെ 5 ഗ്രേറ്റ് കാര്യങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വരും, ഡൗൺ ലൈനിന്റെ 5 കാര്യങ്ങൾ റൈറ്റ് സൈഡിലും വരും. ശരിയാണോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ G വെച്ചിട്ടാണ് നമ്മൾ ഒരു ഗ്രേറ്റ് അപ്ലൈൻ ആവാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം ജെന്യുവിൻ അപ്രോച്ച് ആയിരിക്കണം. ജെന്യുവിൻ. നിങ്ങളൊരു ഗ്രേറ്റ് ലീഡർ ആവണമെങ്കിൽ നിങ്ങൾ ജെന്യുവിൻ ആവണം. G വെച്ചിട്ടുള്ള ഒരു വാക്കാണ് നമ്മളിപ്പോ പഠിച്ചത്. എന്തായിരിക്കണം? ജെന്യുവിൻ അപ്രോച്ച് ഉള്ളവനായിരിക്കണം ഒരു അപ്ലൈൻ. ഒരു ജെന്യുവിൻ അപ്രോച്ചോടുകൂടി നമ്മൾ ഒരു ടീമിനെ കാണുമ്പോൾ എന്റെ നേട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് ടീമിനെ നമ്മൾ കൊണ്ട് നടക്കേണ്ടത്. ജെന്യുവിൻ അപ്രോച്ച് ആയിരിക്കണം. ടീമിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കണം സംസാരിക്കേണ്ടത്. എനിക്ക് എന്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം, അതിനു വേണ്ടിയിട്ട് എന്ത് തോന്നിയാസവും എനിക്ക് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരു ഗ്രേറ്റ് അപ്ലൈൻ ആവണമെന്നുണ്ടെങ്കിൽ ടീമിന് വേണ്ടി പ്രവർത്തിക്കണം. ഗ്രേറ്റ് അപ്ലൈൻ ആവണമെങ്കിൽ കമ്പനിയുടെ കൂടെ നിൽക്കണം, മാനേജ്മെന്റിന്റെ കൂടെ നിൽക്കണം, ടീമിന്റെ കൂടെ നിൽക്കണം, നമ്മുടെ ഡൗൺലൈൻസിന്റെ കൂടെ നിൽക്കണം. ഗ്രേറ്റ് അപ്ലൈൻസ് ആർ ഓൾവേസ് ഡൂയിങ് ജെന്യുവിൻ അപ്രോച്ച്. അല്ലാത്ത ആളുകൾ എന്ത് ചെയ്യുന്നറിയോ? നിനക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മൾ പറയില്ല, എന്താ ആങ്ങളെ ചത്താലും സാരമില്ല, നാത്തൂന്റെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയില്ലേ? അങ്ങനത്തെ ഒരു നാടൻ ചൊല്ലില്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു ചൊല്ല്. ആങ്ങളെ ചത്തുപോയാലും സാരമില്ല, നാത്തൂൻ കരയണം. ഏതൊരു കോമഡി ഷോയിൽ കണ്ടു, നീ വീടിന്റെ വിളക്കാണ്, നീ നിന്ന് കത്തണത് എനിക്കൊന്ന് കാണണം എന്ന്. എന്താ അപ്രോച്ച് അല്ലേ? നീ വീടിന്റെ വിളക്കാണ്, നീ ഇവിടെ നിന്ന് കത്തണത് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ പോലെ. അപ്പോ മറ്റുള്ളവന് എന്ത് സംഭവിച്ചാലും എനിക്ക് വിഷയമില്ല, എനിക്ക് എന്റെ കാര്യം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്നത് ഒരു ഗ്രേറ്റ് അപ്ലൈന് ചേർന്ന കാര്യമല്ല. ഇപ്പോ നിങ്ങൾ എല്ലാവരും ആലോചിച്ചത് ഞാൻ പറയട്ടെ, എന്റെ അപ്ലൈൻ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ഗ്രേറ്റ് ആണോ? അങ്ങനെ ചിന്തിച്ചോ? എന്റെ അപ്ലൈൻ അയാളെ പറ്റിയിട്ട് ഇപ്പൊ ഒരുപാട് പോയിന്റുകൾ മനസ്സിൽ വന്നിട്ടുണ്ടാവല്ലോ. അവനെ വെടിവെച്ച് കൊല്ലണം, അവൻ ഇങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെയൊക്കെ തോന്നിയോ? അങ്ങനെയാണെങ്കിൽ ഒരു ഗ്രേറ്റ് ഡൗൺ ലൈൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നും കൂടി ആലോചിച്ചാൽ പ്രശ്നം തീരൂലേ? അല്ലെ? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കണേ. നമ്മൾ മുകളിലോട്ടും നോക്കണം, താഴോട്ടും നോക്കണം. ഇതിലിരിക്കുന്ന എല്ലാവർക്കും അപ്ലൈനും ഉണ്ട്, ഇതിലിരിക്കുന്ന എല്ലാവർക്കും ഡൗൺ ലൈനും ഉണ്ട്. അപ്പൊ ഗ്രേറ്റ് ഡൗൺ ലൈൻ ആവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കണം നമ്മുടെ ഡൗൺ ലൈൻ. നമ്മുടെ ഡൗൺ ലൈൻ ആരായിരിക്കണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളായിരിക്കണം. എന്താ ഗ്രോത്ത് മൈൻഡ് സെറ്റ്? ഗ്രോത്ത് മൈൻഡ് സെറ്റ് മീൻസ് എനിക്ക് വളരണം, എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് എന്റെ ആഗ്രഹങ്ങൾ നടക്കണം, എന്റെ കുടുംബത്തെ നോക്കണം, എന്റെ മക്കളുടെ ഫീസ് അടയ്ക്കണം, എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം, എന്റെ കാര്യങ്ങൾ നടക്കണം, എന്റെ മകളെ കെട്ടിച്ചയക്കണം, എന്റെ മോന് സപ്പോർട്ട് ആവണം, എനിക്കൊരു വാഹനം വാങ്ങണം, എന്റെ വീട് പണിയണം, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ആള്. അപ്പോ നമ്മുടെ ടീമിലോട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ടത് ആരെയാ? ഒരു പണിയും കൂലി ഇല്ലാണ്ട് വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്ന ഒരുത്തനെയാണോ?
ഞാൻ ഇതിലിങ്ങനെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ആള് ഗോപി സാരദ എന്ന് പറയുന്ന ആള് പേര് ഗോപി കെ. ഈ രണ്ട് ഗോപിമാരെയാണ് ഞാൻ കാണുന്നത്. രണ്ടുപേരോട് കൂടിയിട്ടാ ചോദ്യം. ഒരാൾ കണ്ണാടി വെച്ചിട്ട് ഒരാൾ കണ്ണാടി വെക്കാതെ ബാക്കിൽ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ആ ഗോപിയും മറ്റേ ഗോപിയും. അതിന്റെ തൊട്ടടുത്ത് ഗോപി, ഫുള്ള് ഗോപിയാണല്ലോ, ഇന്ന് ഗോപീസ് ഡേ ആണ്. അപ്പൊ മൂന്ന് ഗോപിമാരോടും കൂടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. നമ്മുടെ ഡൗൺ ലൈൻ ആരായിരിക്കണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവനായിരിക്കണം. ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുള്ള ഒരാളായിരിക്കണം. ജീവിതത്തിൽ എനിക്ക് ഗോപിയുടെ കൂടെ നിന്നാൽ എന്റെ കാര്യം കഴിച്ചലാവും എന്ന് ചിന്തിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളും ആവണം നമ്മുടെ ടീമിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാതെ പാടത്തും പറമ്പിലും വെറുതെ കുത്തിയിരിക്കുന്ന ഒരുത്തനെ പിടിച്ചിട്ട് നീ വാടാ, നീ വന്നാ എനിക്ക് ക്രൂയിസ് ഷിപ്പിൽ പോവാടാ, അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും വാടാ എന്ന് പറഞ്ഞിട്ട് അവനെ ഞെക്കി പഴിപ്പിച്ച് അവനെ കൊണ്ട് ശല്യം ചെയ്യിപ്പിച്ച് അവസാനം അവൻ ശപിച്ചിട്ട് നീ എങ്ങടെയെങ്കിലും പോന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന സെയിലല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ട സെയില് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഡൗൺ ലൈൻസിനെ ആയിരിക്കണം നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അപ്പൊ ജി എന്ന് പറയുന്ന വാക്കിൽ അക്ഷരത്തിൽ നിന്ന് നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിക്കുന്നു. ഒന്ന് അപ്ലൈൻ, ജെന്യുവിൻ അപ്രോച്ച് ഉള്ള അപ്ലൈൻ ആയിരിക്കണം. ഡൗൺ ലൈൻ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഡൗൺ ലൈൻ ആയിരിക്കണം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾ ഒരേ സമയത്ത് ഡൗൺ ലൈനുമാണ്, ഒരേ സമയത്ത് അപ്ലൈനുമാണ്. നിങ്ങൾ ഒരേ സമയത്ത് ആരുടെയൊക്കെയോ ഡൗൺ ലൈനുമാണ്, നിങ്ങൾ ആരുടെയൊക്കെയോ അപ്ലൈനുമാണ്. അവരുടെ മുന്നിൽ നിങ്ങൾ അപ്ലൈൻ ആവുമ്പോൾ നിങ്ങൾ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഡൗൺ ലൈനുമാണ്. അതേ സമയത്ത് നിങ്ങൾ ജെന്യുവിൻ അപ്രോച്ച് ഉള്ള അപ്ലൈനുമായിട്ട് മാറണം. നിങ്ങളുടെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള ഡൗൺ ലൈൻ നോക്കുമ്പോൾ നിങ്ങൾ ജെന്യുവിൻ അപ്രോച്ച് ഉള്ള ഒരു ലീഡറായിട്ട് അവർക്ക് മനസ്സിലാവണം, അവർക്ക് തോന്നണം, അവർക്ക് ഫീൽ ചെയ്യണം. ഇങ്ങനെ ചെയ്താലേ ഫിജിക്കാട്ടിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഞാൻ MA പഠിക്കണം, MPhil പഠിക്കണം, PhD എടുക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. നിങ്ങൾ ജെന്യുവിൻ ആയിരിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു മനുഷ്യനായിരിക്കണം. നിങ്ങളൊരു വലിയ ലീഡറും വലിയ റോക്ക് സ്റ്റാർ ഒക്കെ ആവുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡൗൺ ലൈൻസിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരുത്തനായിരിക്കണം. ഡൗൺ ലൈൻസിന്റെ കഴിവുകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളായിരിക്കണം. ഡൗൺ ലൈൻസിന് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം. അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജെന്യുവിൻ അപ്രോച്ച് ആയിരിക്കണം. ഇതിനെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡായിട്ട് ഇപ്പൊ കിട്ടിയ കാശ് അങ്ങോട്ട് എടുക്കാം എന്ന് ചിന്തിക്കുന്ന ആളാവാതെ ഒരു ലോങ് ജേർണി ആയിട്ട് ഇത് വളരെ വർഷങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഞാൻ 9ാമത്തെ വർഷം സുഹൃത്തുക്കളെ ഈ ബിസിനസ് ചെയ്യണേ. 9ാമത്തെ വർഷം. ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഇതിന്റെ ബേസ് പണി പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ എന്റെ മനസ്സിൽ ഈ ഫിജിക്കാട്ടിൽ എന്റെ യാത്രയിൽ എത്ര ശതമാനം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ഞാൻ നാഷണൽ സെയിൽസ് ടീം മാനേജറാണ്. 2 പ്രാവശ്യം നാഷണൽ സെയിൽസ് ടീം മാനേജർ, 2 ഡിഫറെന്റ് ഐഡികൾ നാഷണൽ സെയിൽസ് ടീം മാനേജർ ആയതാണ്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഫിജിക്കാട്ട് യാത്രയുടെ 25% പോലും ഇപ്പോഴും ഞാൻ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? പിക്ചർ അബിബി ബാക്കി ഹേ ബായ്, പട ഇനി ഓടാണ്ട്. ഇന്റർവെല്ല് പോലും ആയിട്ടില്ലേ. രാജമാണിക്യത്തിൽ മമ്മൂട്ടി പറയണ പോലെ ഇന്റർവെല്ല് പോലും ആയിട്ടില്ല. തെളിവുകൾ തരാം. നമ്മുടെ കമ്പനിയുടെ ഓഫീസിന്റെ പണി പോലും കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും, അല്ലേ? എന്നിട്ട് വേണ്ടേ ഇനി ഇത് അവസാനിപ്പിക്കണതിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ? പണി തുടങ്ങിയിട്ടുള്ളൂ, വടി വെട്ടാൻ പോയിട്ടുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോഴേക്കും അല്ലെ, വടി വെട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അടി തുടങ്ങണ കാലത്ത് എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതൊക്കെയാണ് ഞാൻ ചിന്തിക്കണേ. ഞാൻ ഫിജിക്കാട്ടിൽ കാണുന്ന ഗ്രോത്ത് എല്ലാ വർഷവും ഒരു ഐഡിയിൽ നിന്ന് ഓരോ കോടി എടുക്കുന്ന ദിവസം. അതാണ് ഫിജിക്കാട്ടിൽ പ്രവീൺ ചിറയത്തിന്റെ സ്വപ്നം. എല്ലാ വർഷവും 1 കോടി രൂപ കിട്ടണം. ഒരു വില്ല ഫണ്ട് അല്ലെങ്കിൽ ഒരു കാർ ഫണ്ട് ഒന്നും കിട്ടിയാൽ പോരെ. എനിക്ക് വേണ്ടത് എല്ലാ വർഷവും 1 കോടി കിട്ടണം. എല്ലാ വർഷവും 1 കോടി കിട്ടുമല്ലോ. 365 ദിവസവും സീലിംഗ് അടിച്ചു നോക്കിയേ. 365 ദിവസവും 30,000 രൂപ വെച്ച് ഇൻകം വാങ്ങിയാൽ 1,09,50,000 രൂപ കിട്ടും ഒരു വർഷം. അതിൽ 9,50,000 രൂപ നിങ്ങൾ ചെലവാക്കി കളയും. ബാക്കി 1 കോടി നിങ്ങൾ ഫിക്സഡ് ഇടും. ഇത് ഒരു ഐഡി എന്നാണെങ്കിൽ ഇതുപോലത്തെ 2ഓ 3ഓ ഐഡി നിങ്ങൾക്കുണ്ടെങ്കിലത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു 3 കോടി രൂപ എല്ലാ വർഷവും ഫിക്സഡ്. എനിക്ക് ഇത്രയൊക്കെ ആഗ്രഹമുള്ളൂ. വലിയ വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. അങ്ങനെ തട്ടിമുട്ടിയും ജീവിച്ചു പോയാൽ മതി, അല്ലേ? ഒരു 3 കോടി രൂപ എല്ലാ വർഷവും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റുന്ന രീതിയിൽ തട്ടിമുട്ടി ജീവിച്ചു പോയാൽ മതി. വലിയ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ഡെപ്ത് ഒന്ന് മനസ്സിലാക്കി ആ യാത്രയിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡൗൺ ലൈൻസ് ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടത്. ആ യാത്രയിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവന്റെ റേഞ്ച് എന്തായിരിക്കണം? ആ യാത്രയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കണം? ഇത് ആലോചിച്ചിട്ട് വേണം, ഇത് മനസ്സിൽ കണ്ടിട്ട് വേണം ആളുകളെ ടീമിലോട്ട് എടുക്കാനായിട്ട്.
അപ്പൊ ഓട്ടോമാറ്റിക്കലി അവിടെ നടക്കേണ്ടത് സെല്ലിംഗ് അല്ല, റിക്രൂട്ടിംഗ് ആണ്. അങ്ങനെയല്ലേ നാസർ സാറേ വരിക? അപ്പൊ അവിടെ സെല്ലിംഗ് നടത്തിയ പരിപാടി നടക്കുമോ? അവിടെ റിക്രൂട്ടിംഗ് നടക്കണ്ടേ? കാരണം എന്താ, ആ സൂക്ഷിച്ച് നല്ല കൃത്യതയോട് കൂടി പണിയെടുക്കുന്ന മിടുക്കന്മാരും മിടുക്കുകളും വേണ്ടേ നമ്മുടെ ടീമിലേക്ക് വരാൻ? കാരണം നമ്മൾ നക്കാപ്പിച്ച പരിപാടിക്കല്ല നമ്മൾ വന്നിട്ടുള്ളത്. ഒരു ദിവസം എങ്ങനെയെങ്കിലും തട്ടിമുട്ടി 500 രൂപ ഉണ്ടാക്കണം എന്നുള്ള സ്വപ്നം കൊണ്ടാണോ വന്നിട്ടുള്ളത്? അതോ ഒരു മാസത്തിൽ മറ്റേ ഡിജിറ്റൽ പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്? അല്ല. അതിനാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരത്തെ കാര്യങ്ങളൊക്കെ മതി. ഒരു പെർഫോമൻസ് ബോണസ് കിട്ടണം, ഒരു 10,000-15,000 രൂപ വരുമാനം കിട്ടണം, അതിന്റെ കൂടെ അതിന്റെ ക്രൈറ്റീരിയ മാച്ച് ചെയ്യുമ്പോൾ ഒരു ടീം ബിൽഡിംഗ് ബോണസും കിട്ടണം. അങ്ങനെ ഒരു 10,000-25,000 ഉറുപ്പിക ഒരു മാസം കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബാധകമല്ല. നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് എവിടെയാണെങ്കിൽ പോവാം. വെറുതെ എന്തിനാ നേരങ്ങളെ? അത് ചെയ്യാൻ വലിയ ട്രെയിനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഈ മൊയല് വീണ് ചക്ക ചാവും, അല്ല എന്താ, ചക്ക വീണ് മൊയല് ചാവുന്ന പോലെ അതെങ്ങനെയെങ്കിലൊക്കെ കിട്ടിക്കോളും. പക്ഷെ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ, വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഇന്നത്തെ അഫ്സലിന്റെ എംസിയുടെ പ്രസന്റേഷനിൽ പറഞ്ഞ പോലെ, കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണൂ. എന്നാലേ നമുക്ക് ചെറുതെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. 3 കോടി പ്ലാൻ ചെയ്ത് പണിയെടുത്താലേ നമുക്ക് 1 കോടിയെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് നാട്ടു നടപ്പല്ലേ? നാട്ടിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമല്ലേ? രണ്ടാമത്തെ അക്ഷരത്തിലേക്ക് പോവാം. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ടാട്ടോ, സമയത്തിന്റെ കുറവുള്ളത് കൊണ്ടാ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസുകൾ വെക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്, നിങ്ങൾക്ക് സഹകരിക്കുമെങ്കിൽ. പക്ഷെ ഞാൻ ആദ്യം നിങ്ങൾ വരാണ്ടായപ്പോൾ ഞാനൊന്ന് പേടിച്ചുപോയി. ദൈവമേ, ആളുകളൊന്നും വന്നില്ലെങ്കിൽ ചമ്മുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ എന്റെ മാനം നിങ്ങൾ അല്ലേ? താങ്ക് യു എവരി വൺ. അപ്പൊ റിയൽ ആക്ഷൻ ഹീറോസ് ആയിരിക്കണം അപ്ലയൻസ്. റിയൽ ആക്ഷൻ ഹീറോസ് ആയിരിക്കണം അപ്ലയൻസ്. റിയാലിറ്റിയെ കരുതി, റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവനായിരിക്കണം അപ്ലയൻ. അത് നിങ്ങളുടെ അപ്ലയൻ റിയൽ ആക്ഷൻ ഹീറോ ആവണം എന്ന് പറഞ്ഞിട്ട് അയാളുടെ അടുത്ത് പോയിട്ടിടോ ആക്ഷൻ കാണിക്കടോ എന്ന് അയാളെ ഉത്ബോധിപ്പിക്കുകയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ മുന്നിൽ നിങ്ങൾ റിയൽ ആക്ഷൻ ഹീറോ ആയി കാണിച്ചാൽ മതി. നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ മുന്നിൽ നിങ്ങൾ ഒരു റിയൽ ആക്ഷൻ ഹീറോ ആയിട്ട് മാറിയാൽ മതി, കാര്യങ്ങൾ മാറും. നിങ്ങൾ മുകളിലുള്ള ഒരാളെ നന്നാക്കാനല്ല നടക്കേണ്ടത്, നിങ്ങളുടെ താഴോട്ട് നോക്കി നടക്കുക. ഞാൻ എപ്പോഴും എന്റെ ടീമിനോട് പറയുന്ന ഒരു കാര്യമാണ്, മുകളിലോട്ടല്ല നോക്കേണ്ടത്, താഴോട്ട് നടക്കുക. നിങ്ങളുടെ അപ്ലൈൻ അല്ല നോക്കേണ്ടത്, ഡൗൺലൈനെ നോക്കുക. ഡൗൺലൈനെ നോക്കുക, ഡൗൺലൈനെ സഹായിക്കുക. ഡൗൺലൈന്റെ മുന്നിൽ നിങ്ങളൊരു മാതൃകയാവുക, റിയൽ ആക്ഷൻ ഹീറോ ആവുക. ഇത് ആസ് എൻ അപ്ലൈൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട പോയിന്റാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡൗൺലൈൻ ആയിട്ട് എന്താ ചിന്തിക്കേണ്ടത്? 6 വെച്ചിട്ട് റെഗുലർ ഇന്ററാക്ഷൻ വിത്ത് യുവർ അപ്ലൈൻ. റെഗുലർ ഇന്ററാക്ഷൻ വിത്ത് യുവർ അപ്ലൈൻ. നിങ്ങളുടെ അപ്ലൈനുമായിട്ട് റെഗുലർ ആയിട്ട് നിങ്ങൾ ഒരു ഇന്ററാക്ഷൻ നടത്തൂ. പല ഡൗൺലൈൻസും പറയുന്ന കംപ്ലൈന്റ് ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ അപ്ലൈൻ എന്നെ വിളിച്ചില്ല സാറേ, എന്റെ അപ്ലൈൻ എന്നെ വിളിച്ചിട്ട് മാസങ്ങളായി സാറേ, എന്റെ അപ്ലൈൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല സാറേ. അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കണം, അതേ പാക്കേജിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ടും വിളിക്കാം അല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിക്കുന്ന അതേ ദൂരം തന്നെയായിരിക്കും ഇവിടുന്ന് അങ്ങോട്ട് വിളിക്കാൻ. ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് ചിലപ്പോ നിങ്ങൾ സീരിയസ് ആണെന്ന് തോന്നിയില്ലെങ്കിലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വിളിച്ചില്ലെങ്കിലോ. അപ്പൊ നിങ്ങൾ സീരിയസ് ആണ് എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ റെഗുലർ ഇന്ററാക്ഷൻ അയാളായിട്ട് വേണം. ആരായിട്ട് വേണം? നിങ്ങളുടെ അപ്ലൈനായിട്ട് വേണം. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു സാധനം വന്നു, ഒരു നെഗറ്റീവ് വന്നു, എന്താന്ന് പറയട്ടെ? എന്റെ അപ്ലൈൻ ഇപ്പൊ ഇല്ല സാറേ, അയാൾ എങ്ങോട്ടോ പോയി, അയാൾ ഒന്നും ചെയ്യുന്നില്ല സാറേ. അയാൾക്കൊരു അപ്ലൈൻ ഉണ്ടാവില്ലേ? അയാളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ് സാറേ. എന്നാ അയാൾക്കൊരു അപ്ലൈൻ ഉണ്ടാവൂലേ? അങ്ങനെ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടണ അപ്ലൈൻ ഏതാണോ ആവട്ടം വരെ പോണം കോള്. ഇനി ആരും കിട്ടിയില്ലെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമ്പനിയിലേക്ക് വിളിക്കും, കമ്പനിയാണ് നിങ്ങളുടെ അപ്ലൈൻ. പിന്നെന്താ പ്രശ്നം? അപ്പൊ ഇവിടെ മനസ്സിലാവേണ്ട കാര്യം, റെഗുലർ ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ വരുമ്പോഴാണ് നമുക്ക് ഇതിനകത്തോട്ട് നിൽക്കാനുള്ള ഒരു ആവേശവും ഒരു അഭിലാഷമൊക്കെ നമുക്ക് വരിക. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യന്മാരല്ലടോ, നമ്മുടെ ശ്രദ്ധ വേറെ മാറിപ്പോവും, ശ്രദ്ധ മാറിപ്പോവും. ആ ശ്രദ്ധ മാറിപ്പോവാതിരിക്കാൻ എന്ത് വേണം? ഒരു റെഗുലർ ഇന്ററാക്ഷൻ നിങ്ങൾക്കായിട്ടുണ്ടാവും. നമുക്കൊന്ന് വേറൊരു രീതിയിൽ കളിച്ചു നോക്കിയാലോ? നിങ്ങൾ ഫാമിലി ആയിട്ട് ഒന്നും ഇനി ആരോട് സംസാരിക്കരുത്, ഹസ്ബൻഡിനോട് സംസാരിക്കരുത്, ഭാര്യയോട് സംസാരിക്കരുത്, മക്കളോട് സംസാരിക്കരുത്, ആരോട് സംസാരിക്കരുത്. എന്തിനാ ഇപ്പൊ റെഗുലർ ഇന്ററാക്ഷൻ അവരായിട്ടൊക്കെ? ഫാമിലി പൊളിഞ്ഞു പോകും അല്ലേ? ഫാമിലി ഉണ്ടാവോ ഇനി ബാക്കി? അവരോട് റെഗുലർ ഇന്ററാക്ഷൻ ഇല്ലാതിരുന്നാൽ ഫാമിലി ഉണ്ടാവോ ബാക്കി? അത് തന്നെയല്ലേ ഇവിടെയും നടക്കുന്നത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകളൊക്കെ പറയാറില്ലേ, ദിസ് ഇസ് മൈ ഫാമിലി, ഇതെന്റെ കുടുംബമാണ്, ഇതെന്റെ കുടുംബമാണ് എന്ന് പറയുമ്പോൾ കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ റെഗുലർ ആയിട്ട് ഇന്ററാക്ഷൻ ഉണ്ടാവണം. സിമ്പിൾ ആസ് ദാറ്റ്, സിമ്പിൾ ലോജിക്.
സിമ്പിൾ ലോജിക്. അപ്പൊ രണ്ട് അക്ഷരങ്ങളാണ് നമ്മളിപ്പോ പഠിച്ച. ആദ്യത്തെ ജി ആയിരുന്നു, ജെനുവിൻ അപ്രോച്ച് ആണ് അപ്ലൈന് വേണ്ടത്. റിയൽ ആക്ഷൻ ഹീറോസ് ആയിരിക്കണം അപ്ലൈൻമാരുണ്ടാവേണ്ടത്. നമ്മുടെ അപ്ലൈൻ സ്വഭാവം. നമുക്ക് ഈ റോബർട്ട് കിയോസാക്കിയുടെ പുസ്തകമുണ്ട്, റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞിട്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു റിച്ച് ഡാഡും ഉണ്ട്, ഒരു പുവർ ഡാഡും ഉണ്ട് എന്ന് പറയുന്ന പോലെ അതൊരു കൺസെപ്റ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു അപ്ലൈനും ഉണ്ട്, ഒരേ സമയത്ത് ഒരു ഡൗൺ ലൈനും ഉണ്ട്. അപ്ലൈൻ ആയിട്ട് ചിന്തിക്കേണ്ടത് എന്താ? ജെനുവിൻ അപ്രോച്ച് ഉണ്ടായിരിക്കണം, റിയൽ ആക്ഷൻ ഹീറോ ആയിരിക്കണം. ആണോ നിങ്ങൾക്ക് ജെനുവിൻ അപ്രോച്ച് ഉണ്ടോ? നിങ്ങൾ ആക്ഷൻ ഹീറോസ് ആണോ? അങ്ങനെയാണെങ്കിൽ ആസ് എ ഡൗൺ ലൈൻ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം, റെഗുലർ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ അക്ഷരം ഇ ആണ്. ഇ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്ലൈൻ എന്നും എംപതി ഉള്ള ആളായിരിക്കണം. അപ്ലൈൻ എപ്പോഴും എംപതി ഉള്ള ആളായിരിക്കണം. എന്താ എംപതി ഉള്ള ആള്? അപ്ലൈന് ഡൗൺലൈൻ്റെ അവസ്ഥകള്, ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഇതിനാണ് ഈ എംപതി എന്ന് പറയാം. ഒന്ന് വളണ്ടറി എടുക്കുക. മംഗളലക്ഷ്മി ടീം റാഡിസൺസ്. ഓക്കെ, മംഗളലക്ഷ്മി എന്ന് പറയുന്ന ഒരു ആളെ ഞാൻ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അപ്ലൈന് എന്ത് തോന്നണം? മംഗളലക്ഷ്മിയുടെ പ്രോബ്ലംസ് എന്താണ്, അവരുടെ കഴിവുകൾ എന്താണ്, ഞാൻ അവരുടെ സിറ്റുവേഷനിലാണെങ്കിൽ എന്തൊക്കെ ചെയ്യും എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന എംപതി എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെ മംഗളലക്ഷ്മി മാഡം ഡൗൺലൈൻസിന്റെ അടുത്തും അങ്ങനെ തന്നെ പെരുമാറണം. ഡൗൺലൈൻസ് എങ്ങനെ ചിന്തിക്കുന്നു, ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കാൻ കഴിവുള്ള, അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറണം. ഇറ്റ്സ് വെരി സിമ്പിൾ. എംപതി ഉള്ള ആളായിരിക്കണം അപ്ലൈൻ എങ്കിൽ. ഡൗൺലൈൻ എന്തായിരിക്കണം? എനർജറ്റിക് പേഴ്സൺ ആയിരിക്കണം. അങ്ങനെ ജിൽ നിൽക്കുന്ന ആളുകളായിരിക്കണം അല്ലെ. അങ്ങനെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോഴാണ് നമുക്ക് ലീഡേഴ്സിനെ അല്ലെങ്കിൽ അപ്ലയൻസിനൊക്കെ നിങ്ങളെ തോന്നുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എനർജറ്റിക് ആവണം. അപ്പൊ ഈ വെച്ചിട്ട് ഡൗൺലൈന്റെ ക്വാളിറ്റി എന്താ? എനർജറ്റിക് ആയിരിക്കണം, എംപതിയോട് കൂടിയിട്ടായിരിക്കണം അപ്ലൈന്റെ ചിന്താഗതി. ഒന്ന് സ്പീഡാക്കാം നമുക്ക്. അടുത്തത് എ എന്ന് പറയുന്ന അക്ഷരമാണ് വരും. GREA. എ എന്ന് പറയുന്ന അക്ഷരം കൊണ്ട് അപ്ലൈന് കൊടുക്കേണ്ട ക്വാളിറ്റി അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന ഒരു ആളായിരിക്കണം അപ്ലൈൻ. എന്നുവെച്ചാൽ സഹായിക്കാൻ എപ്പോഴും വെമ്പി നിൽക്കുന്ന ഒരു ഹൃദയമുള്ളവനായിരിക്കണം അപ്ലൈൻ. അല്ലാതെ അവിടെ ഇരുന്നിട്ട് മാഡം നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, നിങ്ങൾ കയറി വാന്നേ, ഞാൻ NS ടീം എത്തുമ്പോ നിങ്ങൾക്ക് ഞാൻ ഷെയ്ക്കൻ്റെ തരാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളല്ല നമുക്ക് ആവശ്യം. എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി അതിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരിക്കണം നിങ്ങൾ, അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ, എനിക്കൊന്നും അതിന്റെ ആവശ്യമില്ല, ഞാൻ ഭയങ്കര സെറ്റപ്പാണ് എന്നൊന്നും ചിന്തിക്കുന്നവനല്ല അപ്ലൈൻ. അപ്ലൈൻ എപ്പോഴും സഹായിക്കാൻ കഴിവുള്ളവനായിരിക്കണം. ഇത്ര നാൾ നീ എവിടെയായിരുന്നു? ഇത്ര നാൾ എനിക്കിത് തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല സാറേ, ഇതിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായത് ഇപ്പോഴാണ്, എനിക്ക് ഇനി മുതൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോ എന്നാ വാ കേറി നിക്ക് പൊളിക്കാൻ നമുക്ക് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ്. അതാണ് അപ്ലൈന് വേണ്ടത്. ഞാൻ നിന്നെ 13 പ്രാവശ്യം വിളിച്ചു എന്നിട്ടും നീ വന്നില്ല, അതുകൊണ്ട് ഞാൻ ഇനി വിളി നിർത്തി. അല്ല, തെറ്റ്. അങ്ങനെ പറയുന്നവനല്ല അപ്ലൈൻ. അപ്ലൈൻ ആരായിരിക്കണം? നിനക്ക് ഇന്നാണോ നേരം വെളുത്തേ? ഇന്നത്തെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണോ നിനക്ക് നേരം വെളുത്തേ? വാ നമുക്ക് പൊളിക്കാന്ന്. അതൊന്നൊരു വിശാലം വേണം. കഴിഞ്ഞത് കഴിഞ്ഞു. ഞാൻ എപ്പോഴും ആളുകളുടെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇന്നലെ നമുക്ക് ഇനി ഒരു ചായ കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നലത്തെ കാര്യം വരെ ഇതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. ആട്ടിച്ച് കയറി വരണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസിഷൻ എടുത്തോ, തുടങ്ങാം നമുക്ക്. ഇതായിരിക്കണം അപ്ലൈന്റെ ആറ്റിറ്റ്യൂഡ്. അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്, സഹായിക്കാനുള്ള കഴിവുള്ളവനായിരിക്കണം, മനസ്സുള്ളവനായിരിക്കണം അപ്ലൈൻ. അങ്ങനെയാണെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം ഡൗൺലൈൻ. അഗ്രസീവ് ആയിട്ട് അപ്ലൈൻ പറയാണ്, നിങ്ങൾ ഇന്ന് പ്ലാൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് പ്ലാൻ കൊടുക്കണം. ഇന്ന് നിങ്ങൾ ട്രെയിനിങ് എടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രെയിനിങ് എടുക്കണം. ഇന്ന് നിങ്ങൾ MC ആവണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ MC ആവണം. നിങ്ങൾ ഇന്ന് പ്ലാൻ പ്രസന്റേഷന്റെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞാൽ കൂട്ടണം. ഇതിനെയാണ് അഗ്രസീവ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. അഗ്രസീവ് ആയിട്ട് നിൽക്കുക. എന്താ അഗ്രസീവ് ആവുക? അഗ്രസീവ് എന്ന് വെച്ചാൽ ഇങ്ങനെ ജിൽ നിൽക്കാന്ന് പറയില്ലേ നമ്മൾ, ഭയങ്കര എനർജി ഒക്കെ കാണിച്ച് അഗ്രസീവ് ആയിട്ട് വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ മുന്നിലേക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റിയാൽ ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ വിട്ടു പോലിടും. അപ്പൊ രണ്ട് ഭാഗത്തും ഉണ്ട് അല്ലെ, അപ്ലൈന്റെ ഭാഗത്തുണ്ട് കുറെ കാര്യങ്ങൾ, ഡൗൺലൈന്റെ ഭാഗത്തുണ്ട് കുറെ കാര്യങ്ങൾ. നമ്മൾ അഗ്രസീവ് ആയിരിക്കണം ഈ ബിസിനസ്സിൽ, അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം ഒരേ സമയത്ത്. അവസാനത്തെ കാര്യത്തിലേക്ക് കിടക്കാം. T ആണ്. T ഫോർ ടൈം ബൗണ്ട് ആയിരിക്കണം അപ്ലൈൻ. ടൈം ബൗണ്ട് ആയിരിക്കണം അപ്ലൈൻ എന്ന് വെച്ചാൽ സമയത്തിന് വില ഉണ്ടാവണം അപ്ലൈന്.
അപ്ലൈൻ 8 മണിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 2 പ്രാവശ്യം 8 മണി ഉണ്ടല്ലോ, വൈകുന്നേരം 8 മണിക്ക് വരാമെന്നല്ല പറയേണ്ടത്. 8 മണി കാലത്താണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ 8 മണിക്ക് അവിടെ എത്തണം. ഇനി വൈകുമെങ്കിൽ അത് കോൺടാക്ട് ചെയ്തിരിക്കണം, അത് വെൽ ആൻഡ് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിരിക്കണം. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലല്ലല്ലോ ഉള്ളത്. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ആക്സിഡന്റലി ഇന്നിപ്പോ ഞാൻ ഇത്രയും നേരം കിടപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇയർ ബാലൻസിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിപ്പോ ഇന്ന് വീണ്ടും തുടങ്ങി. ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഇവിടെ വീട്ടിൽ കിടപ്പാണ്, സുഖമില്ലാതിരിക്കുന്നു. ഹോസ്പിറ്റലിൽ വരെ പോയാലോ എന്ന് വരെ ചിന്തിച്ചിരിക്കുന്നു. പക്ഷെ വൈഫ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ അല്ല, ഇന്ന് വൈകുന്നേരം ഒരു ട്രെയിനിങ് ഉണ്ട്, ആ ട്രെയിനിങ് മുടക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചതായതുകൊണ്ട് ഇന്ന് ഇവിടെ നിന്നതാണ്. ഇനി മറ്റന്നാ എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, 24-ാം തീയതി എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പം അതിന്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നാളെയും മറ്റന്നാളൊക്കെ നാളെ തൊട്ട് ഞങ്ങൾ കോഴിക്കോട് പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ എന്റെ ഫാമിലിയും കൊണ്ട് ഞാനല്ലാണ്ട് പിന്നെ ആരോട് പോവാ അല്ലേ? അപ്പം അഗ്രസീവ് ആവണം. അസുഖങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആവും. എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് ഇത് ചെയ്യലുണ്ടാവില്ല കേട്ടോ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ഒരു ദിവസം ഉണ്ട്. അതായത് അന്ന് നമ്മൾ പെട്ടിയിലായിണ്ടാവും. അന്നേ നമ്മുടെ എല്ലാ പ്രശ്നവും തീർന്നുണ്ടാവുള്ളൂ. അതുവരെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്ന് നമ്മൾ പണിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴായിരിക്കും മഴ പെയ്യുക. നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പോൾ വെയിൽ ഉദിച്ചു. അപ്പോഴേക്കും അയ്യോ അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം വന്നു, അല്ലെങ്കിൽ അവിടുത്തെ പള്ളിയിൽ പെരുന്നാൾ വന്നു. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരും. അതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു ദിവസം ഞാൻ ഫ്രീ ആവും, അന്ന് തൊട്ട് ഞാൻ ഫിജിക്കാട്ട് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു വിചാരിച്ചാൽ നമ്മൾ അല്ലേ? അപ്പൊ അഗ്രസീവ് ആയിട്ട് നിൽക്കണം, ടൈം ബൗണ്ടുമായിട്ട് സമയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഡൗൺലൈൻ ആരായിരിക്കണം? ഡൗൺലൈൻ ടാലന്റഡ് ആയിരിക്കണം. ഡൗൺലൈൻ കഴിവുള്ളവനായിരിക്കണം. കഴിവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണ്. മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ മാതിരി ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഈ കഴിവ് ഒരിക്കലും നമുക്ക് വാങ്ങാൻ കിട്ടില്ല, കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോ ഗ്രേറ്റ് അപ്ലൈനും ഗ്രേറ്റ് ഡൗൺലൈനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? 10 പോയിന്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഹലോ, ഇത് കട്ടാവുന്നുണ്ടോ? അഫ്സൽ ഒന്ന് റിപ്ലൈ ആവോ? അപ്പൊ ഇത്രയുള്ള സംഭവം. അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള ബന്ധത്തിൽ 10 പോയിന്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതിൽ 5 പോയിന്റ് അപ്ലൈനും 5 പോയിന്റ് ഡൗൺലൈനും അല്ല. കാരണം എന്താ? 10 പോയിന്റ് നമുക്കുള്ളതാ. കാരണം നമ്മൾ ഒരേ സമയത്ത് ഡൗൺലൈനും ഒരേ സമയത്ത് അപ്ലൈനും ആയതുകൊണ്ട് ഈ 10 കഴിവുകളും നമുക്കുണ്ടാവാം. നമുക്കൊന്ന് റിവൈൻഡ് അടിച്ചാലോ? എഴുതുന്ന ആളുകൾക്ക് അത് ഡബിൾ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഒന്ന്, അപ്ലൈന്റെ 5 ക്വാളിറ്റികളാണ് നമ്മൾ ആദ്യം വായിക്കാൻ പോകുന്നത്. ജെനുവിൻ അപ്രോച്ച് ഉള്ളവനായിരിക്കണം അപ്ലൈൻ. റിയൽ ആക്ഷൻ ഹീറോ ആയിരിക്കണം അപ്ലൈൻ. എമ്പതിയോടുകൂടി, സിമ്പതി അല്ല വേണ്ടത്, എമ്പതിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം അപ്ലൈൻ. അസിസ്റ്റിംഗ് ആറ്റിറ്റ്യൂഡ്, സഹായാനുഭൂതി ഉള്ള ആളായിരിക്കണം, സഹായിക്കാനുള്ള മനസ്സുള്ളവനായിരിക്കണം അപ്ലൈൻ. ടൈം ബൗണ്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം അപ്ലൈൻ. അപ്ലൈന്റെ 5 ക്വാളിറ്റി കിട്ടിയോ? ആർക്കെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടാൻ പറ്റുമോ? നമ്മുടെ കമന്റ് ബോക്സിൽ കയറിയിട്ട് ഞാൻ ഈ 5 പോയിന്റും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ. അപ്പം നമ്മുടെ ആളുകൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ അടിക്കാലോ. ഇതിലും ചില മടിയന്മാർ പേപ്പറും പേനയും പുസ്തകവും എടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അപ്ലൈൻ എന്ന് എഴുതുക. അപ്ലൈന്റെ താഴെ 1 ജെനുവിൻ അപ്രോച്ച്, 2 റിയൽ ആക്ഷൻ, 3 എംപതി, 4 അസിസ്റ്റ് ടൈം ബൗണ്ട്. പെരുമാൾ സാർ ഇതിനകത്ത് ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ മൂപ്പര് ഇതൊക്കെ ചെയ്യണതാണ്. പെരുമാൾ സാർ കയറിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, അപ്പം 5 കാര്യങ്ങൾ അപ്ലൈൻ്റെ എഴുതി. അങ്ങനെയാണെങ്കിൽ ഡൗൺലൈനിന്റെ 5 കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 1, ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ള മെസ്സേജ് പറ്റുന്നില്ല. ഓക്കെ, നോ പ്രോബ്ലം. താങ്ക് യു റാഫി സാർ, താങ്ക് യു റാഫി സാർ. മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക്, നോ പ്രോബ്ലം. അപ്പോൾ ഡൗൺലൈനിന്റെ 5 കാര്യങ്ങൾ നോക്കാം. മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്, എന്നിട്ട് അത് മെസ്സേജ് അല്ലേ ചെയ്തത്? അത് പേഴ്സണൽ മെസ്സേജ് ആയിരിക്കും ചെയ്തത്. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, തിരിച്ചു കയറി. താങ്ക് യു. അപ്പോ ഓക്കെ, താങ്ക് യു. അത് പേഴ്സണൽ മെസ്സേജ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു. അപ്പോ ഡൗൺലൈന്റെ 5 കഴിവുകളാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവനായിരിക്കണം, റിട്ടൺ ആയിരിക്കണം, അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവനായിരിക്കണം, ടാലന്റഡ് ആയിരിക്കണം. ഈഗോ കൈപിടിച്ച് ഈഗോ മൂപ്പരാണ് നമ്മുടെ വില്ലൻ. ഈഗോ ആണ് വില്ലൻ.
അല്ലെ? ഈഗോവും കൈപിടിച്ച് ഞാനിപ്പോ എങ്ങനെ അയാളോട് ഇതൊക്കെ പറയാ, ഞാനിപ്പോ എങ്ങനെ എന്റെ ഡൗൺലൈനോടൊന്ന് ചോദിക്കുക, ഞാനിപ്പോ എങ്ങനെ എന്റെ അപ്ലൈനെ ഒന്ന് വിളിക്കുക, ഞാനിപ്പോ എങ്ങനെ എന്റെ അപ്ലൈനെ ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്യുക, ഞാൻ എങ്ങനെ അയാളെ അംഗീകരിക്കുക, അയാളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്റെ വില പോയാലോ, അല്ലെ? ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. ഏറ്റവും വലിയ മണ്ടത്തരം. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. തെറ്റ്. പ്രത്യേകിച്ച് വിജിക്കാട്ടിൽ ഒറ്റയ്ക്ക് വഴിവെട്ടിട്ട് ഒരുത്തരും വരാൻ കഴിയില്ല. കാരണം എന്താ? എൻട്രി അടിക്കണ്ടേ ഭായി, എൻട്രി അടിക്കണ്ടേ, അല്ലേ? 10 ലക്ഷം SV ലെഫ്റ്റും റൈറ്റും മാച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പറ്റൂലല്ലോ, ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെ ഒറ്റയ്ക്ക് പർച്ചേസ് ചെയ്താലും ലോജിസ്റ്റിക്സിൽ ആൾക്കാർ പണിയെടുക്കണില്ലേ, സെർവറിന്റെ അവിടെ അല്ലെങ്കിൽ IT പരമായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ, അക്കൗണ്ട്സിൽ ആളുകൾ വർക്ക് ചെയ്യുന്നില്ലേ, മാനേജ്മെന്റിൽ എത്രയോ സ്റ്റാഫുകളുണ്ട്, ഇവരൊക്കെ കൂടി ചേർന്നിട്ടല്ലേ ഈ പണിയെടുത്തത്. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഒറ്റയ്ക്ക് വഴിവെട്ടിട്ട് ഈ ലോകത്ത് ഒരുത്തനും വരാൻ കഴിയൂല, ഒരുത്തനും വരാൻ കഴിയില്ല. ദിസ് ഇസ് എ ടീം വർക്ക്, ദിസ് ഇസ് എ ടീം വർക്ക്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അക്ഷരം തെറ്റാതെ വിളിക്കും, മണ്ടാ, ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിക്ക്, ഇനിയെങ്കിലും തലയ്ക്ക് വെളിവ് വരട്ടെ. അപ്പോ ഞാൻ ഈ ടോപ്പിക് ഇവിടെ വിടുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കിടക്കുന്നു. 3 Cകളാണ് നമ്മൾ കൂടെ പിടിക്കേണ്ടത്. 3 Cകൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിജിക്കാട്ടിൽ രക്ഷപ്പെടാൻ പറ്റും. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയാണ്. ഫിജിക്കാട്ടിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതല്ലേ? നിങ്ങൾ നല്ല അപ്ലൈൻ ആവണം, നല്ല ഡൗൺലൈൻ ആവണം. ഒരേ സമയത്ത് വന്ന വഴി മറക്കരുത്. നിങ്ങൾ ഒരേ സമയത്ത് നല്ല അപ്ലൈനും ഒരേ സമയത്ത് നല്ല ഡൗൺലൈനും. ഇനി നമ്മൾ 3 Cയിലേക്ക് കിടക്കുക. 3 Cകളാണ് നമ്മളുടെ വിജയത്തെ നിയന്ത്രിക്കുന്നത്. 3 C വെച്ചിട്ടുള്ള വാക്കുകൾ മനസ്സിലാവുണ്ടോ? ഗോവിന്ദൻകുട്ടി കുട്ടി മിണ്ടണില്ല അതുകൊണ്ട് വരി എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കേണ്ടത് എപ്പോൾ തീരും എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ടൈമിന് തീർക്കൂട്ടോ. നമ്മൾ നേരത്തിന് തുടങ്ങിയാൽ നേരത്തിന് നമ്മൾ തീർക്കും. മനസ്സിലാവണവരൊക്കെ ഒന്ന് തമ്പിട്ടെ, കാണട്ടെ. എനിക്ക് ഈ തമ്പ് കാണാൻ എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ തമ്പുകൾ ഇങ്ങനെ വരുന്നത്. നമുക്ക് ഈ തമ്പൊന്ന് മാറ്റിയിട്ട് ലവ് ചിഹ്നം ആക്കിയാലോ? ഒന്ന് ലവ് ചിഹ്നം ആക്കിയേ. ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡിജിറ്റൽ അക്കാഡമിയുടെ ഈ എഫേർട്ട് നിങ്ങൾക്ക് ഈ സംഭവം നടക്കുന്നത് ലവ് ചിഹ്നം. അയ്യോ, ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണേ ആരെങ്കിലും, നല്ല രസം ഉണ്ടാവും. എന്നിട്ട് വേണം നമുക്ക് എന്റെ പ്രോഗ്രാമിൽ ആകെ ലവ് ചിഹ്നമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തള്ളാൻ. ഓക്കെ, അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. 3 Cകളാണ് നമ്മൾ പഠിക്കാൻ പോണേ. C നമ്പർ 1 കപ്പാസിറ്റി. ഇംഗ്ലീഷ് അറിയാത്ത ആളുകൾ, കപ്പാസിറ്റിയുടെ ഇംഗ്ലീഷ് അറിയാത്തവരൊന്നും ഇതിനകത്ത് ഉണ്ടാവില്ല. അത്രയ്ക്ക് മോശമുള്ള ആൾക്കാരൊന്നും ഇല്ല എന്ന് എനിക്കറിയാം. എന്നാലും നമുക്ക് ഇതിന്റെ മലയാളം പറയുകയാണെങ്കിൽ കഴിവുകൾ. ആദ്യത്തെ വാക്ക് C മീൻസ് കപ്പാസിറ്റി മീൻസ് കഴിവുകൾ. രണ്ടാമത്തെ C കമ്മിറ്റ്മെന്റ്. ഉള്ളവരായിരിക്കണം. മൂന്നാമത്തെ C കൺസിസ്റ്റൻസി ഉള്ളവരായിരിക്കണം. അപ്പൊ ആദ്യത്തെ C കപ്പാസിറ്റി ഉള്ള ഒരു ടീം ആയിരിക്കണം നമ്മൾ. 2 കമ്മിറ്റ്മെന്റോട് കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. 3 കൺസിസ്റ്റൻസിയോട് കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ഈ 3 എണ്ണത്തിനും 33.33 മാർക്ക് കൊടുത്താൽ 100 മാർക്കായി. 100 മാർക്കിനെ ഡിവൈഡ് ചെയ്താൽ 3 കാര്യങ്ങൾ നമ്മൾ ഈ നിങ്ങളുടെ ടീമിന് എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ടുണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് പോയിട്ടുണ്ടാവും. ചിലർക്ക് 3 പോയിട്ടുണ്ടാവും, ചിലർക്ക് 2 പോയിട്ടുണ്ടാവും, ചിലർക്ക് 1 പോയിട്ടുണ്ടാവുള്ളൂ. നമുക്ക് നോക്കിയാലോ. ഒന്ന് കഴിവാണ്. കഴിവുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ട കഴിവുകൾ ഏതൊക്കെയാ? 7 കഴിവുകളാണ് നമുക്ക് ഇതിനകത്ത്. ജയ മാഡം ടൈപ്പ് ചെയ്തിട്ടുണ്ട്, താങ്ക് യു. അയ്യോ, ഇത് ടു മീ ആണ്, പേഴ്സണലി ആണ്, സോറി. ഓക്കെ, താങ്ക് യു ജയ മാം. എനിവേ, താങ്ക് യു. അപ്പൊ കാര്യത്തിലേക്ക് എടുക്കാം. കപ്പാസിറ്റി എന്ന് പറഞ്ഞ കഴിവ് എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ നമുക്ക് വേണ്ടത് 7 കഴിവുകളാണ്. നമ്മുടെ തുടക്കത്തിൽ അജയ് സാറ് പറഞ്ഞ പോലെ എന്താണ് ഈ സാധനം എന്ന്, ഈ ബിസിനസ്സിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ 7 കഴിവുകളെ നമുക്ക് ആവശ്യമുള്ളൂ. കഴിവ് നമ്പർ 1 പ്രോസ്പെക്ടിങ്, ഫൈൻഡിങ് പീപ്പിൾ എന്ന് പറയും. ആളുകളെ കണ്ടെത്താനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. നമ്മുടെ ടീമിലേക്ക് വേണ്ട ആളുകളെ കണ്ടെത്താനുള്ള കഴിവുകൾ നമുക്കുണ്ടായിരിക്കണം. ഇതാണ് കഴിവ് നമ്പർ 1. അല്ലെ? ആരോടാണ് ഈ ബിസിനസ് പറയുന്നത് എന്നുള്ളതിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഇത്രേ ഉള്ളൂ സംഭവം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ആരോടാണ് നമ്മൾ ഈ ബിസിനസ് പറയേണ്ടത് എന്ന് കൃത്യമായ ബോധ്യമുള്ളവനായിരിക്കണം. നമുക്കൊരു ബോധ്യം ഉണ്ടാവണം ആരോടാണ് നമ്മൾ ഈ ബിസിനസ് പറയേണ്ടത്.
അല്ലെ? ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇതിനെ ശാസ്ത്രീയമായി ട്രെയിനർമാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഫൈൻഡിങ് പ്രോസ്പെക്ട് എന്ന് പറയും. പ്രോസ്പെക്ട് ആരാണ് നാളത്തെ നമ്മുടെ കസ്റ്റമറോ ഡിസ്ട്രിബ്യൂട്ടറോ ആയി മാറാൻ പോകുന്ന ആള് എന്നതിന് ചില കണക്കുകൾ ഉണ്ടാവണം. ഒരു കല്യാണം ക്ഷണിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഇതിന് ചില കണക്കുകൾ വെച്ചിട്ടല്ലേ നമ്മൾ കല്യാണം ക്ഷണിക്കാൻ അല്ലെ? കെട്ടിച്ചു വിട്ട മക്കളുടെ വീട്ടിൽ ക്ഷണിക്കണോ, അവരുടെ വീട്ടിൽ ക്ഷണിക്കണം, ഇങ്ങനെയൊക്കെ നമ്മൾ ചില ക്രൈറ്റീരിയകൾ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ കല്യാണത്തിനൊക്കെ ക്ഷണിക്കുക. ഇതേപോലെ തന്നെ നമ്മളൊരു ബിസിനസ്സാണ് ഇവിടെ തുടങ്ങാൻ പോണേ. ആ ബിസിനസ്സിലേക്ക് ആരൊക്കെ വരണം എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ടാവണം, കൃത്യമായ ആശയങ്ങൾ ഉണ്ടാവണം. ആ ആശയങ്ങൾ അനുസരിച്ചിട്ടായിരിക്കണം. ഇതിനെയാണ് നമ്മൾ പ്രോസ്പെക്ടിങ് എന്ന് പറയാം. നമ്പർ 2, ഇൻവൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ഇൻവൈറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഈ ബിസിനസ്സിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കഴിവ്, കപ്പാസിറ്റി കൂട്ടേണ്ടത്. നമ്മുടെ കപ്പാസിറ്റി കൂട്ടേണ്ടത് എവിടെയാ? നമ്മൾ ക്ഷണിക്കേണ്ട രീതി. നമ്മൾ എന്തിനാ ഒരാളെ ക്ഷണിക്കുന്നത്? ഈ ബിസിനസ്സിലേക്ക് നമ്മുടെ കൂടെ ചങ്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ക്ഷണിക്കുന്നതെങ്കിൽ ആ ക്ഷണിക്കുന്നതിന് ആ ഇൻവിറ്റേഷന് ഒരു പവർ ഉണ്ടായിരിക്കണം. നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഓടി എങ്ങനെയെങ്കിലും വാടി, എനിക്ക് മറ്റേ ക്രൂയിസ് ഷിപ്പ് അച്ചീവ് ചെയ്യാനടി എന്ന് പറഞ്ഞാൽ അവർ വരൂ. നീ എങ്ങനെയെങ്കിലും ജോയിൻ ചെയ്യടി, എനിക്കൊന്ന് ദുബായ് ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലീസ് എനിക്ക് എങ്ങനെയെങ്കിലും അവര് വരൂ. നീ ക്രൂയിസ് ഷിപ്പ് അടിക്കണേന് ഞാൻ എന്തിനാടി വരുന്നതെന്നല്ലേ ചോദിക്കുക അവര്. നിനക്ക് ക്രൂയിസ് ഷിപ്പ് പോകണമെങ്കിൽ നീ പൊക്കോ, അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? ഇതല്ലേ ഇൻവിറ്റേഷന്റെ പ്രശ്നം. ചിലര് ഭയങ്കരമായിട്ട് അവരെ അങ്ങോട്ട് ഹരാസ് ചെയ്തോളെ. രക്ഷപ്പെടണം, നിനക്ക് രക്ഷപ്പെടണം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു ഇൻവിറ്റേഷൻ അത്, നിനക്ക് രക്ഷപ്പെടണം. അപ്പൊ ആ പെണ്ണ് തിരിച്ചിങ്ങോട്ട്, നീ രക്ഷപ്പെട്ടോ? അല്ല നിങ്ങളൊക്കെ വരികയാണെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അതെന്ത് രക്ഷപ്പെടലാണോ? അപ്പം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന രീതി. പക്ഷെ അതിന് പകരം തിരിച്ചു ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ ആരോടൊപ്പം പറയാം, അതാ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നു. ബിനി മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു മാഡത്തിനെ കാണുന്നുണ്ട്, 2 തലയായിട്ട് ഒരാൾ. ബിനി മോൾ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണാടി വെച്ച തലയും ഒരു കണ്ണാടി വെക്കാത്ത തലയും, 2 പേരും ഇരുന്ന് ചിരിയോട് ചിരിയാണ്. അപ്പൊ 2 പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ പോവാ, ഈ ബിസിനസ്സിലേക്ക് എന്റെ കൂടെ കാട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല ടീമായിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഒക്കെ മാറ്റാൻ വേണ്ടി, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വരാൻ പറ്റൂല്ലോ, ഇങ്ങനെയല്ലേ വിളിക്കേണ്ടത്. അപ്പൊ ബിനിമോള് പറയും, എപ്പ വന്നു ചോദിച്ചാൽ മതി സാർ, എന്താ ചെയ്യണ്ടെന്ന് ചോദിക്കും അല്ലെ. അതിന് പകരം വാടി അപ്പൊ ഓടി എന്ന് പറയും അല്ലെ. അപ്പൊ ഇൻവിറ്റേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇൻവിറ്റേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. നമ്മുടെ കപ്പാസിറ്റി കൂട്ടേണ്ടത് ഇൻവിറ്റേഷൻ ആണ്. ഈ പ്രോസ്പെക്ടിങ്ങും ഇൻവിറ്റേഷനും കഴിഞ്ഞിട്ട് വേണം പ്ലാൻ പ്രസന്റ് ചെയ്യാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദീപ്തി ഷൈനിങ് സ്റ്റാറിനെ ഞാൻ കാണുന്നുണ്ട്. ദീപ്തി എന്ന് പറഞ്ഞ ആള് ഈ ബിസിനസ് ചെയ്യാൻ തയ്യാറായതിനു ശേഷമല്ലേ അതിന്റെ അടുത്ത് പോയിട്ട് ഇതിന്റെ പ്ലാൻ പറയേണ്ട കാര്യമുള്ളൂ. നമ്മൾ 2 പേരും കൂടി ചേർന്ന് ഈ ഒരു ബിസിനസ് ചെയ്ത് ഇനി സക്സസ് ആവണം എന്നൊരു തീരുമാനത്തിൽ ദീപ്തി എത്തി, ഞാനും എത്തിയെങ്കിലല്ലേ ദീപ്തി ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാൻ എന്നൊക്കെ പിന്നെയല്ലേ പറയണ്ടത്. ഇത് ആദ്യം പറയുന്നത് ഞാൻ ഈ പ്ലാൻ അങ്ങോട്ട് പറയും, അതുവരെ മിണ്ടരുത്. എന്ത് സംശയം ഉണ്ടെങ്കിലും മനസ്സിൽ വെച്ചോളാം. ഇത് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നീ ചോദിച്ചോ, സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അപ്പൊ അവിടെ ഇരുന്നിട്ട് അയാൾ ചിന്തിക്കണം എന്നറിയോ, ഇത് എപ്പോഴാണോ തീരുക, ഇത് തീർന്നിട്ട് വേണമായിരുന്നു കഞ്ഞി വെക്കാൻ, ഇത് തീർന്നിട്ട് വേണമായിരുന്നു ചോറ് ഉണ്ടാക്കാൻ, ഇത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ചപ്പാത്തി വരത്താൻ, ഇത് ഈ സാധനം പോണില്ലല്ലോ വീട്ടിൽ നിന്ന് അല്ലേ. കാരണം എന്താ, അവർ ഈ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല, അവർക്ക് ഈ ബിസിനസ് എന്താന്ന് മനസ്സിലായിട്ടില്ല, ഈ കൺസെപ്റ്റ് എന്താന്ന് മനസ്സിലായിട്ടില്ല, ഒരു ഡിസിഷൻ അവർ എടുത്തിട്ടില്ല. എന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് ചേഞ്ച്, പണ്ട് ടെലിഫോൺ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ടെലിഫോൺ ഉണ്ട്, പണ്ട് തുണി വിറ്റായിരുന്നു, ഇപ്പൊ തുണി വിൽക്കാറില്ല, പണ്ട് ഇലക്ട്രോണിക്സ് ആണ്, ഇപ്പൊ ഓൺലൈൻ ആണ്, അവിടെ 2 ഇവിടെ 2 ഇവിടെ 100 ഇവിടെ 100, അപ്പൊ 2000, ഇവിടെ 1500 ഇവിടെ 1500, അപ്പൊ 3000 30,000. അപ്പൊ ആള് പറയും, നീ എപ്പോഴും പോവാ? എന്റെ ഭർത്താവ് വരാറായി, എന്നിട്ട് അയാൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിന്നെ ഓടിച്ചു വിടുന്നു, വേഗം വിട്ടോ, എന്നിട്ട് ഞാനിവിടെ ആരും ഇല്ലാത്ത നേരം നോക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം, അപ്പൊ നീ ഒന്നുകൂടി പറഞ്ഞാൽ. കാരണം എന്താ, ഈ ബിസിനസ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനമായിട്ടില്ല അല്ലേ. ഇൻവിറ്റേഷൻ പ്രോപ്പർ ആയിട്ടില്ല, പ്രോസ്പെക്ടിങ് പ്രോപ്പർ ആയിട്ടില്ല, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർക്ക് എന്താ ഇ കൊമേഴ്സ് അറിയില്ല, എന്താ ഡയറക്ട് സെല്ലിംഗ് അറിയില്ല, എങ്ങനെയാ ഇത് നോക്കേണ്ടതെന്ന് അറിയില്ല, എന്താ ഈ കമ്പനി എന്നറിയില്ല, ഒന്നും അറിയാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് തത്തമേ പൂച്ച എന്ന് പറയുന്ന പോലെ ഈ പ്രസന്റേഷൻ നടത്തിയിട്ട് അവസാനം എന്തുണ്ടാവും അറിയോ? ഇതിന്റെ സാഡ് ഭാഗം എന്താണെന്നറിയോ? തളർന്നു പോടോ, സങ്കടാവും. അവസാനം വന്നിട്ട് അപ്ലൈനോട് നമ്മൾ വിഷമം പറയും, 17 ആളോട് പറഞ്ഞു സാറേ, 17 ആളും വേണ്ടാന്ന് പറഞ്ഞു. 17 ആളോട് എന്തെന്നാ പറഞ്ഞേ? ഒരു സുഹൃത്തിന്റെയോ ബന്ധുവിന്റെയോ സഹായത്തോടെ നിങ്ങൾ ഇവിടെ വന്നു, നമ്മൾ കണ്ടു, ദൈവസ്പർശം, അയ്യോ അമ്മേ, ഈ വക സാധനങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇത് എന്താ ബിസിനസ്, ഏതാ ബിസിനസ് എന്ന് ഒന്നും പറഞ്ഞില്ല അല്ലെ. 4ാമത്തെ കഴിവ് എന്തായിരുന്നു? ഫോളോ അപ്പ് ആണ്. 2 തരത്തിലാണ് ഫോളോ അപ്പ് ഉള്ളത്. ഒന്ന് സെയിലിന് മുമ്പുള്ള ഫോളോ അപ്പും സെയിൽ കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പും.
അക്ഷയ് കൃഷ്ണ കാര്യങ്ങൾ മനസ്സിലാവുണ്ട് അക്ഷയ് കൃഷ്ണക്ക്. അക്ഷയ് കൃഷ്ണ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കിയേക്കുന്നുണ്ട്. എനിക്ക് ഈ യങ് ബ്ലഡ്സിനെ കണ്ടാൽ ഭയങ്കര സന്തോഷാ. മോനെ തകർക്കടാ കുട്ടാ, നിനക്കൊക്കെ പറ്റിയ സാധനമാണ് പൊളിക്ക്. അവിടെ എന്താ വേണ്ടേ? ഒരു ഫോളോ അപ്പ് എന്ന് പറയുന്ന സാധനം. ഒന്ന് പ്രീ സെയിൽ ഫോളോ അപ്പ് ആണ്, രണ്ട് പോസ്റ്റ് സെയിൽ ഫോളോ അപ്പ് ആണ്. സെയിലിന് മുമ്പുള്ള ഫോളോ അപ്പും സെയിലിന് ശേഷമുള്ള ഫോളോ അപ്പ്. ആ ഫോളോ അപ്പ് നിങ്ങളുടെ കപ്പാസിറ്റിയിൽ ഉണ്ടാവണം. അടുത്തെന്താ? സെയിൽസ് ക്ലോസിംഗ് ആണ്. സെയിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെറും മാർക്കറ്റിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെയിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾ സെയിൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി മാർക്കറ്റിങ്ങിന് പൈസ തരാനുള്ള വകുപ്പ് ഫിജിക്കാർട്ടിലില്ല. സെയിൽസ് നടന്നാലേ പൈസ കിട്ടത്തുള്ളൂ. ശരിയാണോ? ഒരു ബിസിനസ്സിന് രണ്ട് തരം ഇൻകങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, രണ്ട് തരം ഫ്ലോ ഉണ്ടാവുക. ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇൻഫ്ലോ എന്ന് പറയും, പൈസ ഉള്ളിലോട്ട് വരിക. ഒരു രീതി ഔട്ട് ഫ്ലോ എന്ന് പറയും, പൈസ ഒരു ബിസിനസ് നിന്ന് പോകുന്നു. അല്ലെ? ചെലവ് വരവ്, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ കേട്ടാലോ. ചെലവുണ്ട് വരവുണ്ട്. മാർക്കറ്റിംഗ് ചെലവാണ്, സെയിൽസ് വരവാണ്. ഒന്ന് ചിന്തിച്ചേ. മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ആണ്, എക്സ്പെൻസ് ആണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എക്സ്പെൻസ് ആണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ എക്സ്പെൻസ് ആണ്. മറ്റേ വരുമാനം വരിക എന്ന് പറയുന്നത് ഇൻഫ്ലോ ആണ്. എന്ന് വെച്ചാൽ സെയിൽ നടക്കുമ്പോൾ പൈസ ഉള്ളിലോട്ട് വരും. അപ്പൊ നമ്മൾ ഓടി നടന്ന് ലോകം മുഴുവൻ ഫിജിക്കാട്ടെ എന്ന് പറഞ്ഞു നടന്നാൽ അത് മാർക്കറ്റിംഗ് ആണ്, സെയിൽ നടന്നില്ലെങ്കിൽ. അപ്പൊ സെയിൽസ് ക്ലോസിംഗിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യപ്പെടേണ്ടത്. സെയിൽ ക്ലോസ് ചെയ്യുമ്പോഴാണ് സെയിൽ നടക്കുന്നത്, അപ്പോഴാണ് നമുക്ക് കമ്മീഷൻസ് വരുന്നത്. അപ്പൊ ദയവ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, ക്ലോസിംഗ് ഇല്ലാതെ നമ്മൾ നേരം വെളുത്ത് അന്ത്യാവോളം കലട്ടുടച്ചാലും എന്താ പറയുക, വെള്ളം കോരിയാലും പരിപാടി നടക്കൂല. അപ്പൊ ക്ലോസിംഗ് ആയിരിക്കണം അഞ്ചാമത്തെ നമ്മുടെ സ്കിൽ. അപ്പൊ ആദ്യത്തെ സ്കിൽ എന്താ? ഫൈൻഡിങ് പ്രോസ്പെക്ട്സ്. രണ്ടാമത്തെ ഇൻവിറ്റേഷൻ. മൂന്നാമത്തെ പ്രസന്റേഷൻ. നാലാമത്തെ ഫോളോ അപ്പ്. അഞ്ചാമത്തെ ക്ലോസിംഗ്. ചില ആളുകൾ ക്ലോസിംഗ് കഴിഞ്ഞ് അവിടെ ഇട്ടിട്ട് പോകും. സെയിൽ ക്ലോസ് ചെയ്തു, PV കിട്ടി, SV കിട്ടി, എന്റെ കാര്യം ഓക്കെ ആയി, ഇനി അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ അടുത്ത ആളെ പിടിക്കാൻ പോയി. അല്ലേ? തെറ്റ്. അടുത്ത ആറാമത്തെ സ്കില്ല് ഇത് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണം, നമ്മുടെ ഡൗൺലൈൻസിനെ എക്യുപ്ഡ് ആക്കുക. ഇതേ കഴിവുകൾ നമ്മുടെ ഡൗൺലൈൻസിന് കൊടുക്കുക. എങ്ങനെയാണ് അവർ തുടങ്ങേണ്ടത്? ഇപ്പൊ ഗോപി കെ എന്ന് പറയുന്ന ആള് എന്റെ ടീമിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അയാൾ എങ്ങനെയാണ് പ്രോസ്പെക്ട് ചെയ്യേണ്ടത്? ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞില്ല, ഈ സാധനം മുഴുവൻ അയാൾ എങ്ങനെയാണ് പ്രോസ്പെക്ട് ചെയ്യേണ്ടത്, അയാൾ എങ്ങനെയാണ് ഇൻവിറ്റേഷൻ ചെയ്യേണ്ടത്, അയാൾ എങ്ങനെയാണ് പ്രസന്റേഷൻ നടത്തേണ്ടത്, അയാൾ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അയാൾ എങ്ങനെയാണ് സെയിൽ ക്ലോസ് ചെയ്യേണ്ടത് എന്ന് അയാളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഇതാണ് നമ്മുടെ ആറാമത്തെ കഴിവ്. അവസാനത്തെ കഴിവ് ഡ്യൂപ്ലിക്കേഷൻ. ഇത് തന്നെ ഗോപി എന്ന് പറയുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. റിപ്പിറ്റേഷൻ, ഡ്യൂപ്ലിക്കേഷൻ. ഇങ്ങനെ നിങ്ങൾ ഈ 7 കഴിവുകൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു ട്രൂ ലീഡർ ആയിട്ട് മാറും. നിങ്ങൾക്ക് പ്രോസ്പെക്ട് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് പ്രസന്റേഷൻ നടത്താൻ അറിയാം, നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ അറിയാം, അവരെ കൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യിപ്പിക്കാൻ അറിയാം. എങ്കിൽ 7 കഴിവുകൾ മാത്രമാണ് ഫിജിക്കാർട്ടിൽ നിങ്ങൾക്ക് വേണ്ടത്. ഓട്ടോമാറ്റിക് എല്ലാം നിങ്ങൾക്ക് ഗ്രേസ് ആയിട്ട് കിട്ടും, നമുക്ക് കിട്ടും, തന്നെ കിട്ടിക്കോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു ലീഡർ ആയിട്ട് മാറും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരുമാനം വന്നു തുടങ്ങും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ടീം സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അച്ചീവ്മെന്റുകൾ നടക്കും, നിങ്ങൾ റിവാർഡുകൾ നടത്തും. ഇതിന്റെ ഒന്നും പിന്നാലെ നിങ്ങൾ കിടന്നു ഓടേണ്ടി വരില്ല. ഇതിനെയാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈസി നിർബന്ധമല്ലേ? ഈസി നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? യോജിക്കുന്നെങ്കിൽ അപ്പട് ലവ് ചിഹ്നോ തമ്പോ എന്തെങ്കിലുമൊക്കെ ഇടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇട്. ഇത്രയും കാര്യങ്ങൾ, ഈ 7 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിന് ഞാനൊരു സൊല്യൂഷനും കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്കൊരു വാഗ്ദാനം തരികയാണ്. ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട്, ഈ 7 കഴിവുകളെയും ബേസ് ചെയ്തുകൊണ്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ എങ്ങനെയാണ് പ്രോസ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇൻവിറ്റേഷൻ നടത്തേണ്ടത്, എങ്ങനെയാണ് പ്രസന്റേഷൻ നടത്തേണ്ടത് എന്നൊക്കെ പറയുന്നതിന്റെ വീഡിയോസുകൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാലോ. അങ്ങനെ നമുക്കൊരു ഡിജിറ്റൽ അക്കാഡമിയും കൂടിയും തുടങ്ങിയാലോ? പൊളിക്കില്ലേ നമ്മള്? അപ്പൊ കാര്യങ്ങൾ ഉഷാറാവാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ, ഇതിനെയാണ് നമ്മൾ കപ്പാസിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത സാധനം എന്താ? അടുത്ത സി, രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റ്, ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ്. ആദ്യം മനസ്സിലങ്ങനെയല്ലേ വന്നേ? ടീമിനോടുള്ള കമ്മിറ്റ്മെന്റ് തെറ്റ്. ആദ്യം അവനവനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു ബോധ്യം ആദ്യം ഉണ്ടാവണം. ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം.
അല്ലെ? ഒരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെ ചതിക്കാതിരിക്കുക. നമ്മളെ ചതിക്കാതിരുന്നാൽ മതി, വേറെ ഒരു പ്രശ്നവുമില്ല. നമ്മളെ ചതിക്കാതിരുന്നാൽ മതി. നാട്ടുകാരെ ചതിക്കലൊക്കെ നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ സ്വയം നന്നാവും, അല്ലെ? നമ്മൾ സ്വയം നന്നായിട്ട് നാട്ടുകാരെ നന്നാക്കാൻ പോവാം. അപ്പൊ ആദ്യം ഒരു സെൽഫ് ലവ് എന്ന് പറയുന്ന, എനിക്ക് രക്ഷപ്പെട്ടേ പറ്റൂ. ഞാൻ എന്നോട് എൻ്റെ കുടുംബത്തോട് ഒരു സെൽഫ് ലവ് ഉള്ളവനായിരിക്കണം. ഞാനും എൻ്റെ കുടുംബവും, ഇതാണ് ഫസ്റ്റ് പ്രയോറിറ്റി, അല്ലേ? നമുക്ക് 4 ലൈഫുകളാണേ, നമുക്ക് 4 ലൈഫുകളാവുള്ളേ. അയ്യോ, ഇത് മതമായിട്ടൊന്നും കരുതണ്ട കേട്ടോ. ചില മതങ്ങളിൽ പിന്നെയും പുനർജനനം എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ചിലർക്ക് അങ്ങനെ ഇല്ല. അതല്ല കേട്ടോ, ഇത് നമ്മളുള്ള ഈ ഉള്ള ലൈഫ് ഉണ്ടല്ലോ, ഈ ലൈഫിൽ തന്നെ നമുക്ക് 4 ലൈഫ് ഉണ്ട്. ഒന്ന് നമ്മുടെ പേഴ്സണൽ ലൈഫ്, പേഴ്സണൽ ഇഷ്ടങ്ങൾ, പേഴ്സണൽ ലൈഫ്. ഇതിലിരിക്കുന്ന പല ആളുകളും ഈ പേഴ്സണൽ ഇഷ്ടങ്ങൾ കുഴിച്ചിട്ട് അതിന്റെ മുകളിൽ വാഴ വെച്ച ആൾക്കാരാണ്. കാരണം എന്താ? ആ ഇഷ്ടങ്ങളൊക്കെ എവിടെയോ പോയി. റിയൽ ഞാനൊക്കെ മരിച്ചു മണ്ണടിഞ്ഞു പോയി, അല്ലെ? ഇപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെ, മറ്റു കുടുംബത്തിന് വേണ്ടി, ഫാമിലിക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, കമ്പനിക്ക് വേണ്ടി, ടീമിന് വേണ്ടി, അവിടെ എവിടേക്കോ നമ്മളുടെ ആ ഒരു റിയൽ ഞാനുണ്ടല്ലോ, ആ ഞാനൊക്കെ എപ്പോഴോ പോയേക്കണു, അല്ലെ? അങ്ങനെ വിഷമിച്ച് ജീവിച്ച് തീർക്കുന്നവരുണ്ട്, ആസ്വദിച്ച് ജീവിക്കുന്നവരുണ്ട്. ജീവിച്ച് തീർക്കുന്നതും ആസ്വദിച്ച് ജീവിക്കുന്നതും രണ്ടും രണ്ടാണേ. ഈ ജീവിച്ച് തീർക്കുന്നവരാണ് ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ മൈനസ് അടിച്ചു നിൽക്കുന്ന ആളുകൾ. എന്റെ ഇഷ്ടങ്ങളൊക്കെ അതൊന്നും അല്ല ഇപ്പോ, അല്ലെ? ഒരു കറി വെക്കണമെങ്കിൽ മക്കളുടെ ടേസ്റ്റ്, ഹസ്ബൻഡിന്റെ ടേസ്റ്റ്, ഹസ്ബൻഡിന്റെ ഇഷ്ടം, മക്കളുടെ ടേസ്റ്റ്, മക്കളുടെ ഇഷ്ടം, എനിക്കിഷ്ടം ഇതാണെന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോട്ടോ, അങ്ങനത്തെ ഒന്നും പറയുന്നില്ല. പക്ഷെ മെജോറിറ്റി മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അമ്മേ, മറ്റുള്ളവർക്ക് നമ്മളെ പറ്റി ചിന്തിക്കാനും നേരമില്ല. നമ്മളാണെങ്കിൽ അവര് ചിന്തിക്കുന്നു വിചാരിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ്. മറ്റുള്ളവരെന്തിനും നമ്മളെ പറ്റി ചിന്തിക്കണം. അപ്പൊ സെൽഫ്, അല്ലെ, നമ്മുടെ ആ ഒരു പേഴ്സണൽ ലൈഫ്, അതാണ് നമ്മുടെ ആദ്യത്തെ ലൈഫ്. രണ്ടാമത്തെ ലൈഫ് എന്താ അറിയോ? രണ്ടാമത്തെ ലൈഫാണ് ഫാമിലി ലൈഫ്. കുടുംബം. ഇതില് പ്രവാസികളായിട്ടുള്ള കുറെ ഏട്ടന്മാരുണ്ട്. എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ പ്രവാസി ലൈഫ്. ആ പ്രവാസി ലൈഫൊക്കെ കഴിഞ്ഞിട്ട് കുറെ ആളുകൾ നാട്ടിൽ വരുമ്പോ ഇവര് കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയണേ. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ യൗവനവും അവരുടെ എല്ലാ ജീവിതവും ഹോമിച്ചത്, അവരുടെ എല്ലാ കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്തത്, അവർ ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ചത്, അവരുടെ ഒരുപാട് ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ചത് കുടുംബത്തിന് വേണ്ടിയിട്ടാ. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഒരു ചോദ്യം കേൾക്കും, അല്ലേ? നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയണേ. ഇതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളല്ലേ? ഈ ചോദ്യം കേൾക്കണതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ മക്കളുടെ എന്നൊക്കെ ഇത് കേൾക്കുമ്പോഴാണ് എൻ്റെ അമ്മേ, നിങ്ങൾ ഈ കുടുംബത്തിന് വേണ്ടി, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നാ പറയണേ. അപ്പൊ നമ്മൾ പറയാ എന്താ, നിനക്ക് ഇഡ്ഡലി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇഡ്ഡലി തിന്നില്ല, നിങ്ങൾ പുട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ട് ഉണ്ടാക്കിയില്ല. അപ്പൊ അവർ തിരിച്ചൊരു ചോദ്യം ചോദിക്കും, ഞങ്ങളോട് ആരാ പുട്ടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുണ്ടാക്കി തിന്നായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉള്ളിങ്ങനെ കിട്ടുന്നു പൊളിയും, അല്ലെ? ഇതാണ് ഫാമിലി ലൈഫ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലൈഫ്. മൂന്നാമത്തെ ലൈഫാണോ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ്, നമ്മുടെ ജോലിപരമായിട്ടുള്ള, നമ്മുടെ ഇൻകം പരമായിട്ടുള്ള ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്. നാലാമത്തെ ലൈഫാണ് നമ്മുടെ സോഷ്യൽ ലൈഫ്, നാട്ടിലുള്ള വില. അപ്പൊ 1 പേഴ്സണൽ ലൈഫ്, 2 ഫാമിലി ലൈഫ്, 3 പ്രൊഫഷണൽ ലൈഫ്, 4 സോഷ്യൽ ലൈഫ്. ഈ 4 ലൈഫുകളും ഒരു കാറിന്റെ 4 ചക്രം പോലെയാണ്. ഈ 4 ലൈഫുകളും ഒരു കാറിന്റെ 4 ചക്രം പോലെയാ. ഏതെങ്കിലും ഒന്ന് പഞ്ചറായ ഈ വണ്ടി പിന്നെ മുന്നോട്ട് പോകില്ല ജയശേട്ടാ. ഏതെങ്കിലും ഒന്ന് പഞ്ചറായാൽ മതി. ഇതിലെ പേഴ്സണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ടയർ അടിച്ചു പോയാൽ വണ്ടി മുന്നോട്ട് പോകില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പേഴ്സണൽ ലൈഫ് ഇല്ലാതെ ഫാമിലി ലൈഫും പ്രൊഫഷണൽ ലൈഫും സോഷ്യൽ ലൈഫും നന്നായിട്ട് വല്ല കാര്യമുണ്ടോ? പേഴ്സണൽ ലൈഫ് അടിപൊളിയാ, ഞാൻ എന്റെ ഇഷ്ടത്തിനനുസരിച്ചാ ജീവിക്കണേ, പക്ഷേ എന്റെ ഫാമിലി കയ്യിൽ നിന്ന് പോയി, തോറ്റില്ലേ? എന്റെ പേഴ്സണൽ ലൈഫും പോയി, പേഴ്സണൽ ലൈഫ് അടിപൊളിയാ, ഫാമിലി അടിപൊളിയാ, പക്ഷെ എന്റെ പ്രൊഫഷണലി ഞാൻ അട്ടർ ഫെയിലിയർ ആണ്, തോറ്റില്ലേ? പേഴ്സണലും അടിപൊളിയാ, ഫാമിലി അടിപൊളിയാ, പൈസയുണ്ട്, പക്ഷെ നാട്ടിൽ എനിക്ക് പുല്ല് വിലയാ, തോറ്റില്ലേ? അല്ലെ? അപ്പൊ 4 ചക്രവും വർക്ക് ചെയ്യണം. ഈ 4 ചക്രവും വർക്ക് ചെയ്യണമെങ്കിൽ 5ാമത്തെ ഒരു വീലും കൂടി ഉണ്ട്. അത് പക്ഷെ 5 ചക്രമുള്ള വണ്ടി ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിനെ സ്റ്റിയർ വീൽ എന്ന് വിളിക്കാം. ഈ വണ്ടി എങ്ങടാ പോണേന്ന് തീരുമാനിക്കുന്ന ചക്രാണത്. അതാണോ നമ്മുടെ സ്പിരിച്വൽ ലൈഫ്.
ഈ 4 ചക്രം എങ്ങോട്ട് പോകണം എന്ന് കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് നമുക്കൊരു സ്പിരിച്വൽ ലൈഫ് ഉള്ളത്. അത് മതവിശ്വാസം എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, സ്പിരിച്വലി നമ്മൾ വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസത്തെയും നമ്മുടെ വിശ്വാസം. അപ്പൊ ഇതൊക്കെയാണ് കമ്മിറ്റ്മെന്റ് കൂട്ടാനുള്ള 5 മാർഗങ്ങൾ. ഈ പേഴ്സണൽ ലൈഫിന് വേണ്ടിയിട്ടും, ഈ ഫാമിലി ലൈഫിന് വേണ്ടിയിട്ടും, ഈ പ്രൊഫഷണൽ ലൈഫിന് വേണ്ടിയിട്ടും, ഈ സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ടും, ഈ സ്പിരിച്വൽ ലൈഫിനും വേണ്ടിയിട്ട് നിങ്ങൾ പണിയെടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ആയി. പക്ഷേ ഒരു റയർ കോമ്പിനേഷൻ ഉണ്ട് ഗൈസ്, ഒരു റയർ കോമ്പിനേഷൻ. നമ്മുടെ ടീമിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ചില ആളുകൾക്ക് ഭയങ്കര കപ്പാസിറ്റിയാ, അവർക്ക് ഈ ബിസിനസിനെ പറ്റി എല്ലാം അറിയാം, പക്ഷെ കമ്മിറ്റ്മെന്റ് ഇല്ല, അവർ ചെയ്യൂല. പക്ഷെ എല്ലാം അറിയാം, അവർക്ക് ഇതിന്റെ എങ്ങനെയാ PV കൺവേർട്ട് ചെയ്യണം, എങ്ങനെയാ PV വർക്ക്ഔട്ട് ആവണം, എങ്ങനെയാ ഇതിന്റെ ഇൻകം കൊടുക്കാൻ പറ്റണേ, എങ്ങനെയാ ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കണം, ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞ സാധനം അടുത്ത് കൂടെ പോയിട്ടില്ല. ചില ആളുകൾക്ക് ഒടുക്കത്തെ കമ്മിറ്റ്മെന്റ് ആണ്, കൈ അങ്ങോട്ട് മുറിച്ച ബ്ലഡ് ഗ്രൂപ്പ് വരെ ഫിജിക്കാട്ടാണ്, ചോരയിൽ വരെ ഫിജിക്കാട്ട് എന്നാ കാണാം. ഫിജിക്കാട്ട് ലൈഫാണ്. ഫിജിക്കാട്ട് എന്ന് പറഞ്ഞാൽ ഒരു 1.5 സംഭവമാണ്. ഫിജിക്കാട്ടിൽ അത് ഒന്നുമില്ല. പക്ഷെ ഈ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റി ഇല്ലേ, ആ സാധനമില്ല. ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. പക്ഷെ നേരെ വെളുത്ത അന്ത്യാവോളം ഫിജിക്കാട്ട്. പ്ലാൻ കൊടുക്കാൻ അറിയോ? പ്രോസ്പെക്ട് ചെയ്യാൻ അറിയോ? ഇല്ല. ഇൻവൈറ്റ് ചെയ്യാൻ അറിയോ? ഇല്ല. പക്ഷെ ഭയങ്കര കമ്മിറ്റ്മെന്റാ സാറേ. മൂന്നാമത്തെ ഒരു റയർ കോമ്പിനേഷൻ എന്താ അറിയോ? ഇവർക്ക് കപ്പാസിറ്റി ഉണ്ട്, നല്ല കമ്മിറ്റ്മെന്റും ഉണ്ട്. പക്ഷെ മൂന്നാമത്തെ C ഇവരുടെ ഇല്ല. അതിനെ വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി. എന്ന് വെച്ചാൽ ഒരു കാര്യവും തുടർച്ചയായിട്ട് ചെയ്യില്ല. നല്ല കഴിവുണ്ട്, നല്ല പ്ലാൻ പ്രസന്റേഷനാ, ബിസിനസിനെ പറ്റിയിട്ട് അറിയാം, മാനേജ്മെന്റിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായം, മാനേജ്മെന്റായിട്ട് നല്ല അടുപ്പാ, ടീമായിട്ട് നല്ല അടുപ്പാ, ലീഡേഴ്സായിട്ട് നല്ല അടുപ്പാ, നല്ല കമ്മിറ്റ്മെന്റാ, ടീമിന്റെ കൂടെ നിൽക്കും, കാട്ടയ്ക്ക് നിൽക്കും. പക്ഷെ തോന്നുമ്പോഴേ ചെയ്യുള്ളൂ. ഒരു ആവേശത്തിന് കുറെ പ്രോഗ്രാമുകൾ കൊണ്ട് കൊടുക്കും ടീമിന്. അതുകൊണ്ട് കഴിഞ്ഞു പിന്നെ ഈ ആളെ മഷീട്ട് നോക്കിയാൽ കാണൂല. പിന്നെ കുറെ കഴിയുമ്പോൾ പുതിയൊരു ടീമിനെ വെച്ചിട്ട് വീണ്ടും ഞാൻ ഇന്നു മുതൽ വീണ്ടും തുടങ്ങുകയാണ്, പൊളിക്കുകയാണ്. കഴിഞ്ഞു അത് നിന്നു. കൺസിസ്റ്റൻസി കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോടെ തന്നെ അടിക്കാന്ന് പറയില്ലേ, നമ്മളൊരു കല്ല് പൊട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കൂടെ എടുത്തിട്ട് അടിച്ചോടെ തന്നെ പിന്നെയും കൺസിസ്റ്റന്റ് ആയിട്ട് അടിക്കണം. അടിക്കുമ്പോഴേ അത് പൊട്ടുള്ളൂ. ഇതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട 3 Cകൾ: കപ്പാസിറ്റി, കമ്മിറ്റ്മെന്റ്, കൺസിസ്റ്റൻസി. നിങ്ങളുടെ ടീം പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, ഈ പറയുന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആയിരിക്കും. നേരത്തെ കാറിന്റെ ചക്രങ്ങൾ പറഞ്ഞ പോലെ തന്നെ കപ്പാസിറ്റി ഇല്ല, കമ്മിറ്റ്മെന്റും ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. എന്താ കാര്യമുള്ളൂ? ഒരു കാര്യമില്ല. കപ്പാസിറ്റി ഉണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് കൊടുക്കുന്നുണ്ട്, കമ്മിറ്റ്മെന്റ് ഇല്ല, തോറ്റില്ലേ? കപ്പാസിറ്റി ഉണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, കൺസിസ്റ്റൻസി ഇല്ല, തോറ്റില്ലേ? ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിംഗ് ആണെങ്കിൽ ഉറപ്പിച്ചോളൂ, തോൽവി അടുത്തെത്തി. വിജയിച്ചിട്ടുള്ളവനെ നോക്കിക്കോളൂ, ഇത് 3ഉം അവൻ കൈമുതലായിട്ട് വെച്ചിട്ടുണ്ടാവും. അവന് ഈ ബിസിനസിനെ പറ്റി അറിയാം, അവന് ഈ ബിസിനസിനോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, അവന് കൺസിസ്റ്റൻസി ഉണ്ട്. ഈ 3 എണ്ണവും നിങ്ങൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അതിന് പറ്റിയ ഏറ്റവും നല്ല സമയത്ത് കൂടെ നമ്മളിപ്പോ കടന്നു പോണത് നമ്മുടെ ക്രൂസ് ഷിപ്പ് കോൺടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. ഈ മാസം അവസാനം വരെയാണ്. ഉറങ്ങിക്കിടക്കുന്ന പലരും ഉറങ്ങിയതായിട്ടൊക്കെ ഞാൻ കണ്ടു. സെയിൽസ് റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, ഉറങ്ങിക്കിടക്കുന്ന പലരും ഉണർന്നിട്ടുണ്ട്. ഇതൊരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് ഈ 10 ദിവസം, ഇനിയിപ്പോ 10 ദിവസം ഉണ്ടോ, അത്രയും ദിവസങ്ങളില്ല, ഈ 30-ാം തീയതി വരെ, ഈ മാസം അവസാനം വരെയുള്ള ഈ ഒരാഴ്ച സമയം നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ തയ്യാറാക്കിയാൽ, നിങ്ങൾ കപ്പാസിറ്റി കൂട്ടുക, നിങ്ങൾ കമ്മിറ്റ്മെന്റ് കൂട്ടുക, കൺസിസ്റ്റൻസി കൂട്ടുക, നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കുക. ഒരു കുഞ്ഞു ടീമിനെ നിങ്ങൾക്ക് ഈ കോൺടെസ്റ്റ് വെച്ച് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ക്രൈറ്റീരിയ മാത്രം നോക്കൽ. ഇപ്പൊ നാഷണൽ സെയിൽസ് ടീം മാനേജറായ ഞാൻ 8000 SV ലെഫ്റ്റും റൈറ്റും പുതിയത് വെക്കണം. ഞാൻ 8000 SV പുതിയത് വെക്കാനല്ല കിടന്ന് ഓടേണ്ടത്. എന്റെ താഴെ വരുന്ന എന്റെ ഡൗൺലൈൻസുകളെ ഈ ക്രൂസ് ഷിപ്പിലോട്ട് കയറ്റുക. നമ്മൾ ഏതോ ഒരു മന്ത്രി പറഞ്ഞതുപോലെ, ഈ കപ്പലിന് ഒരു ക്യാപ്റ്റൻ ഉണ്ട്, ഈ ഒരു കപ്പൽ ആടി ഒലിയില്ല സാർ എന്ന് പറഞ്ഞാൽ, ഈ ക്രൂസ് ഷിപ്പിലോട്ട് കയറി കഴിഞ്ഞാൽ നോഹിന്റെ പെട്ടകം പോലത്തെ ഒരു ക്രൂസ് ഷിപ്പാ വരണേ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പലായി വരണേ. ഈ കപ്പലിന്റെ ഉള്ളിലോട്ട് കയറിയവരൊക്കെ ജയിക്കും. കാരണം കൺസിസ്റ്റന്റ് ആയിട്ട്,
കമ്മിറ്റ്മെന്റോട് കൂട്ടിയിട്ട് കപ്പാസിറ്റി കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഈ വിജയ കപ്പലിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു 7 ദിവസം 8 ദിവസത്തെ കാര്യമാണ് നമ്മൾ ഈ ചോദിക്കുന്നത്. 7 8 ദിവസം നിങ്ങളൊന്ന് ആത്മാർത്ഥമായി പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ ക്രൂസ് ഷിപ്പിൽ നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവണം അതിന്റെ ലിസ്റ്റ് ഇടൂ. ആ ലിസ്റ്റഡ് അതിനെയാണ് പ്രോസ്പെക്ടിങ് എന്ന് പറയുക. അവരെ ഇൻവൈറ്റ് ചെയ്യുക, അവരെ എക്വിപ്ഡ് ആക്ക്, എന്നിട്ട് അവരെ വെച്ചൊരു ടീം ബിൽഡ് ചെയ്യുക. ക്രൂസ് ഷിപ്പ് കഴിഞ്ഞാലും ആ ടീം നമ്മുടെ കൂടെ ഉണ്ടാവും. ആ ടീമിനെ വെച്ച് നമ്മൾ രക്ഷപ്പെടും. അപ്പോൾ വിജയിക്കാനുള്ള ഒരു അവസരമാണ് കമ്പനി മാനേജ്മെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അത് ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കണമെന്ന് ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് 9 മണിയായി. അപ്പൊ അതുകൊണ്ട് നീട്ടിക്കൊണ്ടു പോണില്ല. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എത്തിയ എല്ലാ മിടുക്കന്മാർക്കും 967 പേര് ഇപ്പോഴും നിലവിലുണ്ട്. ഒരു 10-40 പേര് പോയിട്ടുണ്ട്. അവരെ നമ്മൾ വഴിയിൽ കണ്ടുമുട്ടും. അപ്പൊ എനിവേ ഇത്രയും നേരം ഇവിടെ നിന്ന എല്ലാ ആളുകൾക്കും വലിയ വലിയ വിജയങ്ങൾ നേരുന്നു. പ്രോഗ്രാം തീർന്നിട്ടില്ല. ഒരു 10 മിനിറ്റും കൂടി നമ്മുടെ പ്രോഗ്രാം നമുക്ക് ഉണ്ടാവും. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നല്ല അപ്ലൈൻ ആയിട്ട് മാറണം, നല്ല ഡൗൺലൈൻ ആയിട്ട് മാറണം. ഞാൻ പറയാതെ തമ്പും കയ്യടിയും ലവും ഒക്കെ ഇട്ട നിങ്ങൾക്ക് വളരെ സന്തോഷം. അത് കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫിജിക്കാർഡ് ഇ-കോമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് സത്യമുള്ള കമ്പനിയാണോ? ഇതൊരു സത്യമുള്ള കമ്പനിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. 9 വർഷമായിട്ട് തളരാതെ ഈ സാധനം നിൽക്കുന്നുണ്ടെങ്കിൽ, സെയിൽസ് ആവുമ്പോൾ അതിനകത്ത് അപ്സ് ഉണ്ടാവും, ഡൗൺസ് ഉണ്ടാവും, കയറ്റങ്ങൾ ഉണ്ടാവും, ഇറക്കങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കാരണം ഇതിന് ബിസിനസ് അല്ലേ ഇത്. ബിസിനസ് ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുവാണെങ്കിൽ വലിയൊരു ഫ്യൂച്ചർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനെ ഒരു അവസരം വീണ്ടും തന്നതിന് കമ്പനി മാനേജ്മെന്റിനോടും ഫിജിറ്റൽ അക്കാഡമിയോടുള്ള സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു. സ്പീക്കിംഗ് ഇസ് ഈസി, ലിസണിങ് ഇസ് ഹാർഡ്. പറയാൻ ഭയങ്കര എളുപ്പമാണ്, കേട്ടിരിക്കാനാണ് ബുദ്ധിമുട്ട്. കേട്ടിരുന്ന 967 പേർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബാക്ക് ടു MC അഫ്സൽ സർ. പൊളിക്ക് ബ്രോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു പ്രവീൺ സാർ. ഈ ബിസിനസ്സിൽ ഒരു അപ്ലൈൻ എന്താവണം എന്നുള്ളതും ഒരു ഡൗൺലൈൻ എന്താവണം എന്നുള്ളതും എക്സാമ്പിളിലൂടെ നമ്മളെ ചിരിപ്പിച്ച് മനസ്സിലാക്കിച്ച് ഏകദേശം 1.5 മണിക്കൂർ അല്ലെ നമ്മള് ഈ ഇൻഡസ്ട്രിയുടെ വിജയിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു വെരി മച്ച് പ്രവീൺ സർ. സോ നെക്സ്റ്റ് ഓഫ് കോഴ്സ് നമ്മുടെ ഈ കമ്പനി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഫിജിക്കാരനെ കേരളത്തിലെ ഏറ്റവും നല്ല ഒരു നമ്പർ 1 നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി ആക്കാൻ വേണ്ടിയിട്ട് രാപ്പകലില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് അപ്ഡേഷനുകൾ കമ്പനിക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന, ഏത് സമയത്തും നമ്മൾ വിളിച്ചാൽ സ്പോട്ടിൽ ഫോൺ എടുത്ത് നമുക്ക് റെസ്പോൺസ് തരുന്ന, നമ്മളെ ഏതൊരു അഫിലിയേറ്റ്സിനെയും നല്ലൊരു വാല്യൂയോട് കൂടി കാണുന്ന നമ്മുടെയൊക്കെ കമ്പനിയുടെ GM ജനറൽ മാനേജർ ആയിട്ടുള്ള പ്രശോഭ് സാർ. സോ അദ്ദേഹത്തിന്റെ വാക്കിൽ നമുക്ക് പോവാം. പ്രശോഭ് സാർ, പ്ലീസ് ഓവർ ടു യു. പ്രശോഭ് സാർ. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്രശോഭ് സാറിന്റെ നെറ്റ്വർക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. ഇല്ല അഫ്സൽ സാർ, ഞാൻ റെഡിയാണ്, ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്റെ ഫോണൊന്നും റെഡി ആവുന്നില്ല. അപ്പം എല്ലാവർക്കും വെയിറ്റ് ടു സക്സസിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. പിന്നെ നമ്മളെ MC അഫ്സൽ സർ, താങ്ക് യു. പിന്നെ അജീഷ്, നമ്മളെ ഇൻട്രൊഡക്ഷൻ സ്പീച്ച് കാര്യങ്ങളും വണ്ടർഫുൾ ആയിരുന്നു. പിന്നെ അതുപോലെ പ്രവീൺ സാർ പറയുകയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ പ്രവീൺ സാറ് ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരും മുഖവും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, എങ്ങനെയാണ് എക്സ്പ്രഷൻ. എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്യും. ഒരാൾക്ക് ഉറക്കോ ക്ഷീണോ മടിയോ ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ ആ ഒരു ഡിസ്കഷനിലേക്ക് എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. അപ്പം ഒന്നുകൂടെ താങ്ക് യു പ്രവീൺ സർ. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. അപ്പം എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം പ്രവീൺ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വെച്ചാൽ അവസാനം സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ഫാക്ട്. അതിലെന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി കുറെ പോയിന്റ്സ് കാര്യമൊക്കെ നോട്ട് ചെയ്തായിരുന്നു പറയാനേ. പക്ഷെ അതിപ്പം പല കാര്യങ്ങളും പല ആൾക്കാർ കവർ ചെയ്തുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അധികം ഒന്നും പറയാനില്ല. പിന്നെ ഒന്നാമത് 9 മണിയായി. ഞാൻ ഇപ്പൊ സെയിൽ നോക്കുമ്പോൾ 6 മണിക്കുള്ള അതേ സെയിൽ തന്നെയാണ് ഇപ്പൊ 9 മണിയായിട്ടും ഒരു SV പോലും കയറിയിട്ടില്ല. സെയിം SV ആണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ അകത്ത് പറയാനെന്ന് വെച്ചാൽ ഫിജിക്കാർഡ് ഒരു അവസരം മാത്രമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു അവസരമല്ല. അതൊരു ബിസിനസ് ആണോ എന്ന് വെച്ചാൽ ഒരു ബിസിനസ് മാത്രമല്ല.
ഇത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി ആ പ്ലാറ്റ്ഫോം കയറിയിട്ടുണ്ട്. ഇനി എങ്ങനെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ള ഫിജിറ്റൽ അക്കാഡമിയിലെ കൂടെ ഇങ്ങനെ ഓരോ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളും നമ്മളിപ്പോ വേ ടു സക്സസ് 2.0 ഇതൊക്കെ നടത്തുന്നത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു. ഇനി നമുക്ക് മുന്നോട്ട് എങ്ങനെ പോകാന്നുള്ളതും നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഓരോ ട്രെയിനിങ് സെഷനിലും നമ്മൾ നടത്തുന്നതും. ഇനി ആ ട്രെയിനിങ് സെഷനിൽ കിട്ടുന്നതിന്റെ റിസൾട്ട് ആണ് നമുക്ക് നാളെ കിട്ടുന്ന ഓരോ SVയും, നമുക്ക് നാളെ കിട്ടുന്ന ഓരോ ഇൻകവും. അപ്പൊ അതിൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ഒരു കസ്റ്റമറായിട്ട് കയറി അതിലൊരു കാര്യമില്ല. ഇതിനൊരു ലീഡറായിട്ട് മാറുക എന്നുള്ളതും ലീഡറിന് എങ്ങനെ ഒരു ലെഗസിയിലേക്ക് നിങ്ങൾക്ക് റീച്ച് ആവുക എന്നുള്ളത്. കാരണം ഒരു ലീഡർ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ ലീഡറിന്റെ ലീഡർഷിപ്പ് കംപ്ലീറ്റ് ക്വാളിറ്റിയോടുകൂടിയും പൂർണ്ണതയോടുകൂടിയും കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങളൊരു കംപ്ലീറ്റ് ലീഡർ ആവുന്നത്. അപ്പൊ ഈ ട്രെയിനിങ് പ്രോഗ്രാമിയുടെ മെയിൻ ആയിട്ട് എന്താ വെച്ചാൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യില്ല, അതുകൊണ്ട് അത് കൂടാതെ നിങ്ങളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് എന്തായിരിക്കണം, നിങ്ങളെ ഇപ്പം ഉള്ള റവന്യൂ, നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന പേ ഔട്ട് കാര്യങ്ങൾ മാറ്റി എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ നല്ല രീതിയിൽ സെയിൽ കൂട്ടാന്നുള്ളതാണ് നിങ്ങൾ ഈ ട്രെയിനിങ് കൊണ്ട് മെയിൻ ആയിട്ട് നിങ്ങൾ അതിന്റെ ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. അതിനകത്ത് എനിക്കൊരു വെറും ഒരു 3-4 കാര്യം, അതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് ഒരു 5 കാര്യമാണ്. അതിനകത്ത് ഒരു കാര്യം പ്രവീൺ സാർ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കറക്റ്റായ ഒരു ഗോൾ വേണം, വ്യക്തമായ ലക്ഷ്യം. ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, നാളെ എന്തായിരിക്കണം, എങ്ങനെ ആവണം എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം ഉണ്ടാവണം, ഒരു പ്രോപ്പർ ഗോൾ ഉണ്ടാവണം. പിന്നെ പറഞ്ഞാൽ പ്രവീൺ സാർ നേരത്തെ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്തില്ല, കൺസിസ്റ്റൻസി. ഇന്ന് ഞാൻ ചെയ്തു, കുഴപ്പമില്ല, നാളെ റെസ്റ്റ് എടുക്കാം, ഇനി വേണ്ട മറ്റന്നാൾ ചെയ്യാന്നുള്ള ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ന് എന്ത് ചെയ്തു അതിനേക്കാളും ബെറ്റർ ആയിട്ട് നാളെ എന്ത് ചെയ്യാന്നുള്ള ഒരു പ്ലാനോട് കൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അടുത്തത് വേറൊരു കാര്യം, നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, പുതുതായിട്ട് കാര്യങ്ങൾ പഠിക്കുക. എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച് എവിടുന്ന് പഠിക്കണം, നമ്മൾ ലീഡേഴ്സിനോട് ചോദിച്ച് പഠിക്കണം, ചിലപ്പോൾ നമ്മുടെ താഴെടുത്ത് പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ പുതിയൊരാളെ മീറ്റ് അവരുടെ പഠിക്കേണ്ടി വരും. പഠിക്കാനുള്ള മനസ്സ് എപ്പോഴും നമ്മൾ ഉൾക്കൊള്ളുക, മുന്നോട്ട് പോവുക. പിന്നെ അടുത്തത് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. ഈ ബിസിനസ്സിൽ മെയിൻ ആയിട്ട് ആവശ്യം എന്താ, നമുക്ക് റിലേഷൻ ബിൽഡിംഗ് ആണ്. ബന്ധങ്ങൾ കൂട്ടുക, അല്ലെങ്കിൽ ഉള്ള ബന്ധങ്ങൾ ദൃഢമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതിനുള്ള കാര്യങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യുക. അതെന്തൊക്കെ നിങ്ങൾക്ക് പറ്റും അതൊക്കെ. പിന്നെ ഓൾറെഡി ഞാൻ പറയുന്നതാണ്, ഇത്രയും കാര്യങ്ങൾക്ക് പുറമെ വേണ്ടതാണ് ടീം വർക്ക്. നമ്മൾ ഒറ്റയ്ക്കല്ല, ഒരു ടീമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ടീം വർക്കും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എല്ലാ സക്സസ് ഉണ്ടാകത്തുള്ളൂ, എല്ലാ കാര്യങ്ങളും. അപ്പം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. എല്ലാവർക്കും താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. അഫ്സൽ സർ. Yes, thank you, Prashant sir. Thank